അതിന്റെ എന്താ ലോയുടെ പേരെന്താ നോക്കിയിട്ടില്ല? ശരി, നോക്കാത്ത ഗ്യാപ്പുകൾ വരികയാണ്. ഒന്ന് രാവിലെ അടിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് രാവിലെ ഏതാണോ ക്ലാസ് ആ സാധനം ഒന്ന് നോക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്തില്ലെങ്കിൽ ഇതൊന്നും ഓടില്ല, പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് സ്കൂളിൽ അതാണ് വെക്കേഷനൊക്കെ ആയിരുന്നു എങ്കിലും ഒന്ന് മറിച്ച് നോക്കണം കേട്ടോ. തൽക്കാലം ഞാൻ പേരൊക്കെ എഴുതി വെച്ചു വിടാം. ഓക്കെ, നോക്കണം. അതിനാണ് രാവിലെ ചോദിക്കുന്നത്. നമ്മൾ 5 മിനിറ്റ് കളയുന്ന കുട്ടികളൊന്നും നോക്കണം, നിർബന്ധമാണത്. അപ്പൊ പേര് തൽക്കാലം എഴുതി വെക്കാം, ഇടയ്ക്ക് എക്സ്ക്യൂസ് കൊടുക്കാം. ഇടക്ക് സംഭവിക്കാന്ന് പ്രശ്നമില്ല, ഇടയ്ക്കൊരു ആൻസർ പറഞ്ഞില്ല എന്നൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇടക്കിടക്ക് എന്ത് ചെയ്യാ, നമ്മള് വിട്ടുപോകാതിരിക്കുക. ഒന്ന് പറഞ്ഞേ അൽസാഫെ, എന്ത് ലോ എന്നാണ് അറിയപ്പെടുന്നത്? അൽസാഫ് മുഹമ്മദ്, അതിനെന്താ ലോയുടെ ഹെഡിങ് എന്താ പോലെ? അതെ, ആരുടെ ലോയാ അത്? ഏത് സയന്റിസ്റ്റിന്റെ പേര്? അതെ കെപ്ലസ് ലോ എന്നാണ്. ഇർഷാദെ ഒന്ന് പറഞ്ഞ. ഇർഷാദെ, ആദ്യത്തെ ലോ ഓർക്കണ്ടോ? മുഹമ്മദ് ഇർഷാദ് CS, ആദ്യത്തെ ലോ ഓർക്കണ്ടോ? എങ്ങനെ എങ്ങനെ ഉറക്ക പറഞ്ഞ കേൾക്കണില്ല നീ പറഞ്ഞേ. അങ്ങനെ ലോ ഇല്ലടാ, കുഴപ്പങ്ങളൊന്നും അങ്ങനെയല്ല. അല്ലല്ലേ, കെപ്ലേസ് ലോയാ ഞാൻ ചോദിക്കണേ. ഗ്രാവിറ്റേഷനിലെ കെപ്ലേസ് ലോ നോക്കിയിട്ടില്ല. ശരി, അവിടെ നിൽക്കട്ടെ. പിന്നെ ഒന്ന് പറഞ്ഞേ ദുൽഫുഖർ എങ്ങനെയുണ്ട് പറഞ്ഞേ. ലോ ഓഫ് ഓർബിറ്റ് ഉണ്ട്, പിന്നെ ലോ ഓഫ് ഏതൊക്കെയാ നീ ഓർക്കണ്ടോ? ലോ ഓഫ് പീരീഡ്സ് ഉണ്ട്, ലോ ഓഫ് ഓർബിറ്റ്സ് ഉണ്ട്, പിന്നെ ലാസ്റ്റത്തെ ലോ ഓഫ്, അതിന് പേരില്ല പക്ഷെ എന്താ നമ്മൾ എന്താ ഫോമുല ഓർക്കുണ്ടോ? ലാസ്റ്റത്തെ ഇല്ല. T². ശരി, സെമി മേജർ ആക്സിസിന്റെ ക്യൂബിനോട് T² R³. അപ്പൊ എന്തെങ്കിലും സംഭവം കണക്ട് ചെയ്യണം. വലിയ ചോദ്യങ്ങളോ സ്റ്റേറ്റ്മെന്റോ ബൈഹാർട്ട് ചെയ്യാൻ ഞാൻ പറയാറില്ല. എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക്കിൽ പോണതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അന്ന് ഈ നമുക്കൊരു ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ തൽക്കാലം നമ്മൾ അവിടെ നിന്ന് നിർത്തിയിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ CBSE കുട്ടികൾക്കൂടെ കുറച്ചൊരു അഡ്വാൻറ്റേജ് കിട്ടട്ടെ എന്ന് ഓർത്താണ്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഗ്രാവിറ്റേഷൻ നമുക്ക് എടുക്കാം. അവസാനമായിട്ട് ലാസ്റ്റ് ഗ്രാവിറ്റേഷൻ എടുക്കാനാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. തൽക്കാലം നമ്മൾ അതിന് മുമ്പുള്ള ചാപ്റ്റർ അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ചാപ്റ്ററിലേക്ക് പാർട്ട് 2 ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷൻ ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ എന്നുള്ളത്, കെപ്ലേസ് ലോ വരെ എടുത്തിട്ടുള്ളൂ. അവിടെ നിൽക്കട്ടെ. നമുക്കൊരു 5-8 മണിക്കൂറോടെ പഠിപ്പിക്കാനുണ്ട്. അത് നമ്മൾ പിന്നെ എടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഏതാണ് പോണെ? നമ്മൾ ചാപ്റ്റർ 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ പാർട്ട് 2 ആദ്യത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, ശരി, ഹെഡിങ് കൊടുത്തു. അതിന് കാരണമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നമുക്ക് എപ്പോഴായാലും ബോർഡ് എക്സാമിന് മുമ്പ് പഠിച്ചാൽ മതി. മറ്റേ പിള്ളേർക്ക് അല്ലെങ്കിൽ കിട്ടാത്ത ഒരവസ്ഥ വരും. ബോർഡെല്ലാം ഷെയർ ആയിട്ടില്ലെന്ന് പിള്ളേർ നോക്കുക. ബോർഡ് പിള്ളേർക്ക് നോക്കിയോളൂ. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് എന്നോട് പറഞ്ഞോളൂ. നോക്കാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് നോക്കിയാൽ അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് നമ്മൾ ഇത്ര നാൾ പഠിച്ച പോലെയല്ല. ഇത്ര നാൾ പഠിച്ചതിനേക്കാൾ വ്യത്യാസമാണ്. 2 ചാപ്റ്റർ അടുത്ത് വരും. ഒന്ന് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് വരും, പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ് വരും. ഫ്ലൂയിഡ്സ് ലിക്വിഡ്സ് അല്ല, ഫ്ലൂയിഡ്സ്. 2 ചാപ്റ്ററാണ്. ഇത് വളരെ ചെറിയ ചാപ്റ്ററാണ്. അടുത്തത് ഇച്ചിരി വലിയ ചാപ്റ്ററാണ് ഫ്ലൂയിഡ്സ്. ഓക്കെ, സോളിഡ്സുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങൾ
സോളിഡ്സ് എന്ന് പറഞ്ഞ സാധനവുമായി അത് വലിക്കുന്നത് നീട്ടുന്നത് അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അതിന്റെ ടെർമിനോളജി ഒക്കെ ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. രസകരമായ ചാപ്റ്ററാണ്, മനസ്സിലാക്കിയതിനനുസരിച്ച് പോകണമെന്നുള്ളൂ. ഓക്കെ, ആദ്യം ഞാൻ ചോദിക്കട്ടെ പിള്ളേരെ, ആദ്യം ഞാൻ ചോദിക്കട്ടെ, എന്താണ് സോളിഡ്സ്? സോളിഡ്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ കെമിസ്ട്രിയിൽ കൃത്യമായി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായിരിക്കും സോളിഡ്സ്? ആരാ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ ലൈവ് ആവണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാൻഡ് റൈസിംഗ് ആണ്. എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്ത് ലൈവായിട്ട്, ശരിയോ തെറ്റോ ഡസൻ മാറ്റർ കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നതിന് കോമൺ ചോദ്യമാണ് ഹാൻഡ് റൈസ് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്യാൻ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയല്ല, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണ്ടോ എന്ന് അറിയാല. അത് ഹാൻഡ് റൈസ് ചെയ്യാത്ത കുട്ടികൾക്ക് ഡെഡാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരി. അതെ, സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി. ഇത്ര പേരേ ഉള്ളൂ ലൈവായിട്ട്. സോളിഡ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ലൈവായിട്ട് ഇത്ര പേരേ ഉള്ളൂ. അയ്യോ, അത് അപകടമാണോ? ശരി, ഒന്ന് പറഞ്ഞേ ഫുവാദെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ശരിയോ തെറ്റോ ഒന്ന് നോക്കണം. നിങ്ങൾ ലൈവായിരിക്കും, ഞാൻ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കട്ടോ. നിങ്ങൾ ആരും കൈ പൊക്കാത്ത ആരൊക്കെയാണ്? പറഞ്ഞോ. സോളിഡ്സ് ഈ മാറ്റർ കൂടി ഉണ്ടാവുന്ന ഇതല്ലേ? അതെ അതെ അതെ, മാറ്റർ കൂടി ചേർന്ന ഒരു പ്രത്യേക സാധനമാണ് സോളിഡ്സ്. അപ്പൊ സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസസും തമ്മിലുള്ള എന്താണ് ഒരു വ്യത്യാസം? മുഹമ്മദ് മിഷാലെ, എന്താണ് ഇവരുടെ ഒരു വ്യത്യാസം നമ്മൾ പഠിച്ചാൽ? കേട്ടോ, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അവൻ പറഞ്ഞത്. പിള്ളേർ കേട്ടോ, ബാക്കിയുള്ള കേട്ടിട്ടുണ്ടാവില്ല, ഞാൻ പറയാം. വ്യത്യാസം കൊണ്ട് ഡെഫിനിറ്റ് ഷേപ്പ്, അതാണ് ഒരു പ്രത്യേക ഷേപ്പ്, ഇറ്റ്സ് ഓൺ ഷേപ്പ് ഉണ്ടാവും. നിങ്ങൾ പഠിച്ച സാധനം ഞാൻ കെമിസ്ട്രിയിലേക്കൊന്നും പോണില്ല, പക്ഷെ നിങ്ങൾ അത് എഴുതുക, വീണ്ടും എഴുതുക. എഴുതുമ്പോൾ അത് കിട്ടും. അല്ലെങ്കിൽ എല്ലാവരും കൈ പൊക്കിയാനല്ലോ. കൈ പൊക്കാത്തവർ കുറെ പേരുണ്ടല്ലോ. എൻ്റെ അടുത്ത് അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ഉറപ്പില്ല. ഇറ്റ് ഹാസ് ഗോട്ട് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. സൈസും ഷേപ്പും ഡെഫിനിറ്റ് ആണ്, ഡിഫൈൻഡ് ആണ്, കൃത്യമാണ്, മാറുന്നില്ല. എന്റെ ചോദ്യം, നമ്മുടെ ഫിസിക്സ് പോലെ അങ്ങനെയല്ല. അപ്പൊ ലിക്വിഡിന് ഗ്യാസസിന് മാറും, അത് കണ്ടെയ്നറിന്റെ ആണ്, അതൊന്നും നമ്മൾ പോണില്ല, കെമിസ്ട്രിയാണ്. എന്റെ ചോദ്യം, ഈ ഷേപ്പും സൈസും നമുക്ക് മാറ്റാൻ പറ്റുമോ? ഒരു സോളിഡ്, ഇതൊരു സോളിഡാണ്, നമ്മുടെ ശരീരം ഒരു സോളിഡാണ്, നമ്മുടെ പേന, നിങ്ങൾ ഉപയോഗിക്കുന്ന പേന ഒരു സോളിഡാണ്, ബുക്ക് സോളിഡ്, നിങ്ങൾ കണ്ട എല്ലാ സാധനം സോളിഡാണ്. നിങ്ങളുടെ ഗ്ലാസ്സിൽ ചായ മാത്രം, ഗ്ലാസ് സോളിഡാണ്, ചായയുടെ ഉള്ളില്, ഗ്ലാസിന്റെ ഉള്ളിൽ ചായ ലിക്വിഡാണ്. ദാറ്റ് യു നോ. എന്റെ ചോദ്യം, ഈ ഷേപ്പ് മാറ്റാൻ പറ്റുമോ? ഹാൻഡ് റൈസ് ചെയ്യാന്നുള്ളതാണ് എന്റെ റെസ്പോൺസ്. ഹാൻഡ് റൈസ് ചെയ്യാന്നുള്ളത് ശരിയോ തെറ്റല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ ലൈവായിരിക്കും, ഒന്ന് പറഞ്ഞ ആമിന, ഈ ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റുമോ? ആമിന അബ്ദുൾ റഷീദ്. അതെ, ഒരു ഫോഴ്സ് കൊടുത്താൽ മതി. അബ്സല്യൂട്ട്ലി ഒരു ഫോഴ്സ് കൊടുത്താൽ മതി. കണ്ടോ, ആ വാക്ക് തന്നെ ഉപയോഗിച്ചു. അതിന്റെ ഷേപ്പ് മാറും, സൈസും മാറും, അല്ലെ? നമുക്ക് ഒടിച്ചു കളയാം, പേന ഒടിച്ചു കളയാം. ആ ഫോഴ്സിനെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കും. ഫിസിക്സിലെ പേര് ഡീഫോമിംഗ് ഫോഴ്സ് എന്നാണ്. ഡീഫോമിംഗ് ഫോഴ്സ്. ഡീഫോമിന്റെ അർത്ഥം എന്താ നിമ? ഡീഫോം എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷ് വേർഡിന്റെ അർത്ഥം എന്തായിരിക്കും നിമ? ചുമ്മാ ഓർത്തു നോക്കി. ഡീഫോം എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? മീനിങ് മലയാളം ചുമ്മാ പറഞ്ഞു നോക്കിയാൽ ഡീഫോം. ഫോം എന്ന് വെച്ചാൽ എന്താ? ഫോമിങ്, ഫോംഡ്, ഉണ്ടാവുക. അപ്പൊ ഡീഫോം അതിന്റെ ഓപ്പോസിറ്റ് നശിപ്പിക്കുക. ഉണ്ടാവുക, നശിപ്പിക്കുക. അപ്പൊ ഡീഫോമിംഗ് ഫോഴ്സ് വെച്ചാൽ എന്താ? ആ വാക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതൊക്കെ എഴുതിയിടുക. ഓപ്പോസിറ്റ് ആണ്, ഫോമിന്റെ ഓപ്പോസിറ്റ് ആണ് എഴുതിടുക. കിട്ടിയവർ എഴുതണ്ട, കിട്ടാത്തവർ എഴുതിടുക. അതാണ് നമ്മുടെ നോട്ട് എന്ന് പറയുന്ന സാധനം. ഓക്കെ, നോട്ട് ഏറ്റവും നല്ല രീതിയിൽ എഴുതണം. അപ്പൊ ഡീഫോമിംഗ് ഫോഴ്സിന്റെ അവിടെ നിങ്ങൾ എഴുതി വെക്കും, ഞാൻ എഴുതേണ്ട ആവശ്യമില്ല. ഫോം ഉണ്ടാവുക, ഡീഫോം നശിപ്പിക്കുക. അപ്പൊ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഒരു ഷേപ്പിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഫോഴ്സിന്റെ പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. റൈറ്റ്? ഫിസിക്സിലെ ടെർമിനോളജിയാ. അത് ഉപയോഗിച്ചില്ല എന്നത് കുഴപ്പമില്ല, പക്ഷെ ഉപയോഗിക്കുന്നതാണ് +1 സ്റ്റാൻഡേർഡ്. റൈറ്റ്? ഡീഫോമിംഗ് ഫോഴ്സ്. പ്രശ്നമുള്ളവർ ഇതിന്റെ ഇടക്ക് പറഞ്ഞോ. അത് തന്നെ പറഞ്ഞോ. കട്ടാവണ്ട, വോയിസ് കട്ടാവണ്ട. കട്ടാവുണ്ടോ? അർഷദ കട്ടാവുണ്ടോ? അർഷദ് മുഹമ്മദ് കട്ടാവുണ്ടോ? ദുൽഫിഖർ ഒന്ന് നോക്കട്ടെ പോലെ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ. എന്നാലേ ചിലപ്പോ ഓരോരുത്തരുടെ പ്രശ്നം ഉണ്ടാവാം. ദുൽഫിഖറിനെ എനിക്ക് തോന്നുന്നു റേഞ്ച് ഇങ്ങോട്ട് നീ പറയുന്ന ഇടക്ക് കട്ടാവുണ്ട്. അപ്പൊ ഒന്നുകൂടെ റേഞ്ച് ശ്രദ്ധിച്ചു. എന്നോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയണം കേട്ടോ. പ്രത്യേകിച്ച് ഇത് ഓൺലൈനിലാണല്ലോ ഓടണേ. മറ്റേത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങളിത് പറഞ്ഞോളൂ, പറയാതിരിക്കരുത്. അപ്പൊ ഡീഫോമിംഗ് ഫോഴ്സ്. ഇനി അപ്പൊ ഞാനിതിന്റെ നമുക്ക് പഠിക്കാനുള്ളത്, ഈ ഡീഫോമിംഗ് ഫോഴ്സ് കൊണ്ടുപോയി ഒരു ഷേപ്പിലേക്ക് കൊടുത്താൽ ഇത് കണ്ടോ,
ഈ സോളിഡിലേക്ക് കൊണ്ട് ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്താൽ ഇവന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, ഇവൻ എങ്ങനെ പ്രതികരിക്കും, അതാണ് നമുക്ക് ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടി. നിങ്ങൾക്കറിയോ മെക്കാനിക്കൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മെക്കാനിക്കൽ എനർജിക്ക് ഞാൻ എന്താ പറയുന്നറിയോ? നമ്മൾ നേരിട്ട് കൊടുക്കുന്ന, അവനെ പൊക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അവനെ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അവനെ വളയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ, കേട്ടോ, മെക്കാനിക്കൽ എനർജി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശക്തി എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് വെച്ചാൽ കെമിക്കൽ അല്ല, നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ ഇവൻ എങ്ങനെ പ്രതികരിക്കും. അപ്പൊ ഹെഡിങ്ങിന്റെ അർത്ഥം നിങ്ങൾ നിർബന്ധമായി എഴുതി വെക്കണം. അതിന് നമ്മൾ പഠിക്കുന്നതിന്റെ സ്റ്റാൻഡേർഡ് ആണ്. എന്താണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്? നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ അതായത് മെക്കാനിക്കൽ എനർജി കൊടുത്താൽ, മെക്കാനിക്കലി എന്തെങ്കിലും ചെയ്താൽ, അതായത് അവന്റെ മേത്തേക്ക് കയറിയാൽ, അതാണ് മെക്കാനിക്കലി. ഇനി മെക്കാനിക്കലി എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയും, എന്ന് വെച്ചാൽ മേത്തേക്ക് കയറരുത്. മെന്റലി നമുക്ക് വാക്കുകൊണ്ട് കൊടുക്കാം, മെക്കാനിക്കലി കൊടുക്കും, അത് ശരീരത്തിലേക്ക് കയറുകയാണ്. അപ്പൊ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്വഭാവം. അപ്പൊ സോളിഡ്സ് എങ്ങനെ പ്രതികരിക്കും, നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ സോളിഡ്സ് എങ്ങനെ പ്രതികരിക്കും, ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അടുത്ത ചാപ്റ്റർ എന്താണെന്നറിയോ? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? നമ്മളൊരു ഫ്ലൂയിഡ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളൊരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്താൽ എങ്ങനെ അവൻ പ്രതികരിക്കും, കണ്ടോ? ഇതാണ് ചാപ്റ്റർ 2. അത് അങ്ങനെ തന്നെ പുള്ളിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ രസകരമായി നമുക്ക് തിരിയും എഴുതി വെക്കണം. എലിസബത്തെ, ഞാൻ ഈ പറഞ്ഞ സാധനം എഴുതിയോ? ഞാൻ ഈ പറഞ്ഞ സാധനം എഴുതി? ശരി, നിങ്ങൾ എഴുതൂല, കഥ കേട്ടാ പോരാ, എഴുതണം. ഫുൾ ടൈം ലൈവ് ആയിരിക്കും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് പഠിക്കാൻ പോവാം എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, നമ്മൾ പറയുന്നത് 2 രീതിയിൽ ഇവൻ പ്രതികരിക്കും. 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് എലാസ്റ്റിക് ആൾക്കാരുണ്ട്, വേറെ ടൈപ്പ് ആൾക്കാർ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ആൾക്കാരാണ്. 2 ടൈപ്പ് പ്രതികരണം, 2 ടൈപ്പ് സോളിഡുകളുണ്ട്. അവൻ 2 രീതിയിൽ പ്രതികരിക്കും. ഒന്ന് എലാസ്റ്റിക് പ്രതികരണം ഉണ്ടാവും, ഒന്ന് പ്ലാസ്റ്റിക് പ്രതികരണം. പ്ലാസ്റ്റിക് നമ്മൾ ചുമ്മാ പ്ലാസ്റ്റിക് എന്ന് പറയില്ലേ, ആയിരത്തിലെ പ്ലാസ്റ്റിക് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരാ പറയണേ? എലാസ്റ്റിക് ടൈപ്പ് വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറെ കയറിയിട്ടുണ്ടാവും. അനന്തു രാജേഷ് എന്ന് പറഞ്ഞ പോലെ എന്താണ് നിനക്ക് എലാസ്റ്റിക് എന്ന് കേൾക്കുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാനുള്ള? എലാസ്റ്റിക് ടൈപ്പ് സോളിഡുകൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ. ബ്രില്യന്റ് ആൻസർ. അവൻ പറഞ്ഞ ആൻസർ ഇതാണ്. നിങ്ങൾ എല്ലാവരും കേട്ടോ. എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്താൽ അവൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. ഒരു എക്സാമ്പിൾ ആരാ പറഞ്ഞത്? കൈ നോക്കിക്കേ, ഒരു എക്സാമ്പിൾ ആരാ പറഞ്ഞത്? മുഹമ്മദ് അൽബാൻ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ. സ്പ്രിംഗ് പറ്റും, അബ്സല്യൂട്ട്ലി സ്പ്രിംഗ് പറ്റും. വേറെ എക്സാമ്പിൾ ഉള്ള ഒരു ഹാൻഡ് റൈസ് ചെയ്ത്, വേറെ എക്സാമ്പിൾ ഉള്ള ഒരു ഖദീജ ഉന്നയിച്ചു. റബ്ബർ ബാൻഡ് പറ്റും. റബ്ബർ ബാൻഡ് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. റബ്ബർ ബാൻഡ്. ഒരു റബ്ബർ ബാൻഡ് എടുത്ത് എല്ലാവരും റബ്ബർ ബാൻഡ് എടുത്ത്. വീഡിയോ ഓഫ് ആക്കണമെന്നില്ല, ഒരു റബ്ബർ ബാൻഡ് എടുത്തോ, നല്ല റബ്ബർ ബാൻഡ് എടുത്തോ. ക്രിസ്റ്റഫറെ പോയി എടുത്തോ. വീഡിയോ ഓഫ് ആക്കണ്ട. ഒരു റബ്ബർ ബാൻഡ് എടുക്കാൻ വീഡിയോ ഓഫ് ആക്കണമെന്നില്ല. ഓടിപ്പോയി. ഓക്കെ, റബ്ബർ ബാൻഡ് എടുത്തു എല്ലാവരും. ഉൽഫുകാർ ഇപ്പൊ എങ്ങനെയുണ്ട്? കേൾക്കാം? കറക്റ്റ് ആണോ? ശരി. റബ്ബർ ബാൻഡ് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, എടുത്തു. ഓക്കെ, എടുത്തു. റബ്ബർ ബാൻഡ് എടുത്തു. ഫൈൻ, ശരി. അത് മതി. നമ്മുടെ തലയിലെ ക്ലിപ്പ് അല്ലേ? അതാണോ സംഭവം? അതാണ് റബ്ബർ ബാൻഡ് ആണോ റോസ്മരി? എന്താ അയച്ചത് കാണിച്ച? അത് തന്നെ. ശരി. റബ്ബർ ബാൻഡ് എല്ലാവരും എടുത്തു. കിട്ടിയില്ലേ? അൽസഫ വന്നില്ലേ? നിന്റെ അസിസ്റ്റന്റിനോട് നീ പറഞ്ഞു ഓർഡർ ചെയ്താ? നിന്റെ അസിസ്റ്റന്റ് ഇപ്പൊ കൊണ്ടുവരും. ഒരു പാക്കറ്റ് റബ്ബർ ബാൻഡ് ആയിട്ട് ഓടി വരും അസിസ്റ്റന്റ്. പേരൻസ് അങ്ങനെയാ, കുട്ടികളുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ശരി. അപ്പൊ എടുത്തു, നമുക്ക് നോക്കാം. റബ്ബർ ബാൻഡ് എടുത്തു. സച്ചിൻ ഒരു റബ്ബർ ബാൻഡ് തന്നെ. എന്റെ അസിസ്റ്റന്റ്, നിങ്ങളുടെ അസിസ്റ്റന്റ് പേരൻസ് ഉണ്ട്. റബ്ബർ ബാൻഡ്. ഓക്കെ, അവിടെ താഴെ
അപ്പൊ റബ്ബർ ബാൻഡ് നമ്മൾ കണ്ടിട്ടുള്ളതാ. റബ്ബർ ബാൻഡ് ബെസ്റ്റ് എക്സാമ്പിളാ, എലാസ്റ്റിക്കിന്റെ എക്സാമ്പിൾ. നമ്മൾ അതിനെ പയ്യെ വലിക്കും. അപ്പൊ നമ്മൾ പഠിക്കുന്ന വാക്കുകളെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കുന്നത് അല്ല, വലിയൊരു സംഭവമായിട്ടൊന്നും ഇല്ലാതെ. പക്ഷെ അതിനകത്ത് കുറെ സാധനം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പയ്യെ നമ്മൾ വലിക്കുന്നു. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ പേരാണ് എന്താ? മര്യാദയും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ പേരാണ് ഡിഫോമിംഗ് ഫോഴ്സ്. യു ആർ അപ്ലൈയിങ് ഡിഫോമിംഗ് ഫോഴ്സ്. ഇപ്പൊ നിങ്ങൾ റബ്ബർ ബാൻഡിൽ എന്ത് കൊടുക്കാണ്? ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ആണ്. ഇപ്പൊ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിയണം. അത് നമ്മൾ അവിടെ നമ്മൾ കൊടുക്കുന്നു. ഇത് കൊടുത്തു, ഡിഫോമിംഗ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ അത് വലിഞ്ഞു, അതിന്റെ ഷേപ്പ് മാറി, വിട്ടപ്പോ വീണ്ടും പഴയ പോലെ തിരിച്ചു വന്നു. ഇയാളാണ് എലാസ്റ്റിക്. അപ്പൊ എലാസ്റ്റിക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് മറ്റവൻ പറഞ്ഞ അനന്ത് പറഞ്ഞ അതേ പോയിന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. വാക്ക് ഇതാണ്, റീഗെയിൻ, തിരിച്ചു പിടിക്കും. ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ്. ഫോഴ്സ് കൊടുത്താൽ തിരിച്ച് അവൻ ഒറിജിനൽ സൈസിലേക്കും ഷേപ്പിലേക്കും തിരിച്ചു വരും. അതാണ് എന്ത്? എലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇത് വേറൊരു അർത്ഥത്തോടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയാം കേട്ടോ? ശരിക്കും കേട്ടോ, ഞാൻ പറയുന്നത് മലയാളത്തിൽ ക്വസ്റ്റ്യൻ ആൻസറിന് വേണ്ടിയല്ല. അതായത് ഷേപ്പ് മാറാൻ അവന് ഇഷ്ടമില്ല. ഇതൊന്നും നിങ്ങളുടെ മനസ്സിലാക്കണം. നല്ല എലാസ്റ്റിക്. ഞാൻ ചോദിക്കട്ടെ പിള്ളേരെ, ചോദിക്കട്ടെ, ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ടൈറ്റായ റബ്ബർ ബാൻഡ്, കുറെ നാൾ പഴകിയ റബ്ബർ ബാൻഡ് ഉണ്ടാവില്ലേ, നമ്മൾ കുറെ നാൾ ഉപയോഗിച്ച് പഴകിയ റബ്ബർ ബാൻഡ്, ഏതായിരിക്കും കൂടുതൽ എലാസ്റ്റിക്? ഞാൻ വളരെ ശ്രദ്ധിച്ചോ. നമ്മുടെ കയ്യിൽ 2 റബ്ബർ ബാൻഡ് ഉണ്ടെന്ന് കൂട്ടുക. ഒരെണ്ണം പുതിയ റബ്ബർ ബാൻഡ്, ഒരെണ്ണം വളരെ പഴയ റബ്ബർ ബാൻഡ്. അപ്പൊ പുതിയത് നല്ല ടൈറ്റ് ആയിക്കോ, നല്ല സ്ട്രോങ് ആയിക്കോ, നമ്മൾ വലിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പഴയത് ഇങ്ങനെ വലിഞ്ഞ് പോകും. ഏതായിരിക്കും നല്ല എലാസ്റ്റിക്, കൂടുതൽ എലാസ്റ്റിക്? ഹാൻഡ് റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വിട്ടുപോലും. നിങ്ങൾ പറ ഗൗരി നന്ദന, ഏതായിരിക്കും കൂടുതൽ എലാസ്റ്റിക്? പഴയ റബ്ബർ ബാൻഡ് ആയിരിക്കും കൂടുതൽ എലാസ്റ്റിക്. എന്നുള്ളവരൊക്കെ കൈവക്കിക്ക്. പഴയ റബ്ബർ ബാൻഡ് ആയിരിക്കും കൂടുതൽ എലാസ്റ്റിക് എന്നുള്ളവരൊക്കെ കൈവക്കിക്ക്. കൈവക്കിയ ശരിക്കും നോക്ക്. ശരി ഓക്കെ. കാരണം കണ്ടിട്ടോ, നമ്മൾ വലിക്കുമ്പോൾ നല്ലപോലെ വലിയുണ്ട്. അതാണ് ഗൗരി എന്ത് പറഞ്ഞ്, ആഹാ നല്ല എലാസ്റ്റിക്. അങ്ങനെയല്ല, ഇലാസ്റ്റിക്കിന്റെ കൺസെപ്റ്റ് അങ്ങനെയല്ല. എന്താണെന്നറിയോ? നല്ലപോലെ വലിയ സാധനത്തിന് നമുക്ക് എലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നമ്മുടെ വീട്ടിലെ ആൾക്കാർ നല്ല എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നല്ലപോലെ വലിയ ആൾക്കാരാണോ? അല്ല. നല്ല എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നല്ലപോലെ തിരിച്ചു വന്ന ആളുടെ പേരാണ് നല്ല എലാസ്റ്റിക്. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് പിള്ളേർക്ക് കിട്ടൂല, പ്രത്യേകം നോട്ട് ചെയ്യണം. നമുക്ക് വിട്ടുപോകും. നല്ല എലാസ്റ്റിക് അത് നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എനിക്ക് തരാൻ പറ്റില്ല. നല്ല പോലെ അവൻ പഴയ അവസ്ഥയിലേക്ക് ആരാണോ തിരിച്ചു വരാൻ നല്ല താല്പര്യമുള്ളത് അയാളാണ് നല്ല എലാസ്റ്റിക്. നല്ല വലിയ ആളുടെ പേര് നല്ല എലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. വലിയാതിരിക്കുകയോ ചെയ്യട്ടെ, അതിന്റെ ഷേപ്പ് മാറാതിരിക്കുകയോ ചെയ്യട്ടെ, പഴയ അവസ്ഥയിലേക്ക് ഇവൻ തിരിച്ചു വരാൻ ആർക്കാണോ ഏറ്റവും നല്ല കഴിവ് അയാളാണ് നല്ല എലാസ്റ്റിക്. ഇത് എപ്പോഴും ഈ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കും നമ്മുടെ ബോർഡ് എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, വെള്ളമാണോ എയറാണോ നല്ല എലാസ്റ്റിക് എന്ന്. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പഠിപ്പിക്കും. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, എയർ ആണോ വാട്ടർ ആണോ മോർ എലാസ്റ്റിക്? അപ്പൊ നമ്മൾക്ക് എയറും അല്ല വാട്ടറും അല്ല. അങ്ങനെയല്ല, തെറ്റാണത്. നമ്മുടെ ഓർമ്മ എലാസ്റ്റിക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. കുട്ടികളുടെ ഡ്രസ് ഐറ്റംസ്, ഇന്നർ വെയേഴ്സ് ഒക്കെ എന്താണ് എലാസ്റ്റിക് എന്ന് പറയും. അപ്പൊ നമ്മുടെ ഓർമ്മ നല്ല വലിയനാണോ നല്ല എലാസ്റ്റിക്? അല്ല, പഴയ പോലെ തിരിച്ചു വരാം. ഇനി തിരിച്ചു വരും വേണ്ട, വലിയണമെന്നും നിർബന്ധമില്ല. പഴയ അവസ്ഥ കീപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ ആരാണോ അയാളാണ് ഏറ്റവും എലാസ്റ്റിക്. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ. അപ്പൊ അതുകൊണ്ട് എയറിനും എലാസ്റ്റിസിറ്റി ഉണ്ട്. എയറും എലാസ്റ്റിക് സ്വഭാവം കാണിക്കും, വാട്ടർ എലാസ്റ്റിക് സ്വഭാവം കാണിക്കും, അയൺ എലാസ്റ്റിക് സ്വഭാവം കാണിക്കും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ എലാസ്റ്റിസിറ്റി ഉള്ള ഒരാളുടെ പേര് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ സ്റ്റീൽ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റീൽ വലിയണമെന്ന് നിർബന്ധമില്ല പിള്ളേരെ. പഴയ സ്വഭാവം ഇവൻ തിരിച്ചു പിടിക്കും. നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവൻ അനങ്ങൂല. അതിന്റെ അർത്ഥം എന്താ? അവൻ പഴയ സ്വഭാവം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക. അവൻ നല്ല എലാസ്റ്റിക്. വലിയതൊന്നും നിർബന്ധമില്ല. ശ്രദ്ധിച്ചോളം. ഡൗട്ട് മനസ്സിൽ വരുമ്പോ ചോദിച്ചോളാം. കൈ പൊക്കിട്ട് കാണാവില്ല, ഞാൻ ചിലപ്പോ പറഞ്ഞോളൂ. ക്ലിയർ പറഞ്ഞോ വിശാൽ, പറഞ്ഞോ. കൈ പൊക്കിട്ട് കാണില്ല, നീ അപ്പൊ സൗണ്ട് ഓൺ ആക്കി പറഞ്ഞോ.
നിർബന്ധമില്ല പിള്ളേർ കേട്ടോളൂ. സാറേ ഡീഫോം ആയാൽ മാത്രമാണോ സാറേ അവൻ എലാസ്റ്റിക്? അല്ല, അതായത് അവന്റെ ഷേപ്പ് മാറുമെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. ഒറ്റ സംഭവമുള്ളൂ, നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് കൊടുത്ത് അവന്റെ ഷേപ്പ് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവൻ അതിനകത്തേക്ക് അവന്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ, നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. വലിഞ്ഞാലും ശരി, വലിഞ്ഞില്ലെങ്കിലും ശരി, അങ്ങനെ കൊടുത്തതുണ്ട്. വലിയണം നമുക്ക് നിർബന്ധം പറയാം. ചില മെറ്റീരിയലാണ് വലിഞ്ഞിട്ട് അവൻ തിരിച്ചു വരുന്നത്, ചില ആൾക്കാർ അനങ്ങൂല. അതുകൊണ്ടാണ് ഈ സ്റ്റീല് കൊണ്ട് കെട്ടിടങ്ങൾ പണിയുമ്പോൾ കൂടുതൽ സ്റ്റീൽ ഉപയോഗിക്കും. അതിന് ചോദ്യമുണ്ട്. സ്റ്റീലിന്റെ വലിയ വലിയ ബിൽഡിങ്ങുകൾ നമ്മളറിയാം, ഡെവലപ്ഡ് കൺട്രി പുറം രാജ്യങ്ങളിൽ സ്റ്റീൽ വെച്ചിട്ട് നമ്മൾ കണ്ടല്ലേ, മെറ്റീരിയൽ ഉണ്ടാക്കാൻ സ്റ്റീൽ ഉപയോഗിക്കും. അയണിനേക്കാൾ നല്ലതാണ് സ്റ്റീൽ. അവൻ വളയൂല അത്ര. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രമല്ല കേട്ടോ, യഥാർത്ഥ പ്യുവർ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ എന്താണ്, എലാസ്റ്റിക് ആണ്. നിർബന്ധമില്ല വലിയണം, അത് നമ്മുടെ തെറ്റിദ്ധാരണ. അതാ ഞാൻ ഈ പറഞ്ഞത്. റബ്ബർ ബാൻഡ് എക്സാമ്പിൾ ആണ്. അവൻ വലിയുണ്ട്, പക്ഷെ അത് തിരിച്ചു വരുന്നുണ്ട്. എലാസ്റ്റിക് നമ്മുടെ ഇന്നർ വെയേഴ്സിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഉടുപ്പിലൊക്കെ എലാസ്റ്റിക് തിരിച്ചു വരുന്നുണ്ട്. അവൻ വലിയുണ്ട്, അത് വേറെ ടൈപ്പ് ആണ്. സ്റ്റീല് വലിയനില്ല നമ്മൾ കാണുമ്പോൾ, പക്ഷെ അവനും എലാസ്റ്റിക് ആണ്, നല്ല എലാസ്റ്റിക് ആണ്. കുഴപ്പമില്ല. ഹാൻഡ് റൈസ് ചെയ്യാത്ത കാണാത്തണ്ടി നിങ്ങൾ സൗണ്ട് ഓൺ ആക്കിക്കോളണം കേട്ടോ. സാധാരണ രീതിക്ക് ചിന്തിച്ചോളണം. ക്വസ്റ്റ്യൻ ആൻസറുകളാണ്, വാക്കുകൾ പുതിയതാണ്, പക്ഷെ നമ്മുടെ ചിന്ത സാധാരണ രീതിക്കായിരിക്കും. ഓക്കെ, ആ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കും, അപ്പോഴെ കുട്ടികൾ ടോപ്പിക്കിനോട് അടുക്കുള്ളൂ. പറഞ്ഞോ കേട്ടോ. സ്റ്റീല് വലിയണമെന്ന് നിർബന്ധമില്ല, അതാ ഞാൻ പറഞ്ഞത്. സ്റ്റീല് സാർ എങ്ങനെയാ വലിയത്, എലാസ്റ്റിക് എന്ന് പറയാം. സ്റ്റീല് വലിയണമെന്ന് നിർബന്ധമില്ല, പക്ഷെ സ്റ്റീലിന്റെ പ്രത്യേകത അറിയാം. നിങ്ങൾ ഫോഴ്സ് കൊണ്ടേ കൊടുക്കുമ്പോൾ അവൻ ആ പഴയ അവസ്ഥ എന്താണോ, ഇപ്പൊ സ്റ്റീലിന്റെ പേനയാന്ന് കൂട്ടിക്കോ, നിങ്ങൾ ഫോഴ്സ് കൊണ്ടേ കൊടുത്താൽ അവൻ ആ പഴയ അവസ്ഥയിൽ നിന്ന് മാറില്ല, അവൻ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. അതിനും എലാസ്റ്റിക് എന്നാണ് വിളിക്കുന്നത്. വലിയണമെന്നില്ല, വലിഞ്ഞിട്ട് തിരിച്ചു വന്നെന്നില്ല. പഴയ അവസ്ഥയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും നമ്മൾ എന്ത് വിളിക്കും, എലാസ്റ്റിക്. അതാണ് ആ വാക്ക് ഞാൻ വേറെ എഴുതണമെന്ന് പറഞ്ഞ മനസ്സിലാവണ പോലത്തിൽ. നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ വലിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്, അല്ല. ഓക്കെ, വലിയാൻ ഇഷ്ടപ്പെടാത്ത ആളുകളും എലാസ്റ്റിക് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതെ, അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ, വലിഞ്ഞു എന്നുള്ള പോയിന്റ് അവിടെ ചേർത്തിട്ടില്ലോ. റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. റീഗെയിൻ വെച്ചാൽ തിരിച്ചു പിടിക്കുക, അവൻ വിടൂല്ല, അവനെ പഴയ ഷേപ്പ് വിടാതെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇറ്റ് എലോങ്ങേറ്റ്സ് ആൻഡ് കംസ് ബാക്ക് എന്ന് പറഞ്ഞിട്ടില്ല. അത് വലിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വാക്കില്ല, അങ്ങനെ തന്നെ പഠിക്കണം. അതൊക്കെ മലയാളത്തിൽ നമ്മൾ എഴുതണേ, അതൊരു പുസ്തകത്തിൽ നമുക്ക് കിട്ടൂല. ഒരു അധ്യാപകൻ, സ്കൂളിലെ ടീച്ചറോ അല്ലെങ്കിൽ ഞാനോ ആരെങ്കിലും പറഞ്ഞു തന്നാൽ അത് മനസ്സിലാവും. ഡൗട്ട് ചോദിച്ചാൽ അത് തിരിയുള്ളൂ. അതാണ് ഞാൻ ഇത്ര സമയം എടുക്കണേ, അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തീർക്കാം നമുക്ക്. ഓക്കെ, പറഞ്ഞോ. മുവാദേ ചായ കുടിക്കണം. രാവിലെ എണീച്ച് ചിലപ്പോൾ ചായ വെള്ളം കൊടുത്ത് കുടിക്കുക, അല്ലെങ്കിൽ ഉറക്കം വരും. അല്ലെങ്കിൽ ലൈവായിരിക്കണം, കൈ പൊക്കണം, അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ലൈവായി നിൽക്കണം, അല്ലെങ്കിൽ ഉറക്കം വരും. ശരി, ഇനി പ്ലാസ്റ്റിക്കിന്റെ കേസ് ഞാൻ പറയാം. പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മൾ പറയും, നമ്മൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവൻ ഒരു ഷേപ്പ് ആയാൽ ആ ഷേപ്പ് തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞത്. തിരിച്ചു പിടിക്കാൻ ഉദ്ദേശിക്കില്ല എന്ന് വെച്ചാൽ ഇവൻ കോലം മാറും ചെയ്യും, പിന്നെ തിരിച്ചു വരില്ല. എന്ത് കോലം മാറിയോ അവിടെ സെറ്റായി പോകും. കോലം മാറും ചെയ്യും, കോലം മാറാതിരിക്കില്ല, മാറും ചെയ്യും, മാറിയ കോലം തിരിച്ചു വരില്ല. അതാണ് പ്ലാസ്റ്റിക്. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ മനസ്സിലാവും. ക്ലേ, മഡ്, ക്ലേ നമ്മൾ കുട്ടികൾ കളിക്കുന്ന ക്ലേ ഉണ്ടല്ലോ, അതെങ്ങനെയാ സംഭവം? കാണുമ്പോൾ സെറ്റാണ്, സോളിഡ് ആണ്. നമ്മൾ ഫോഴ്സ് കൊടുത്താൽ പല ഷേപ്പ് ആവും. സർക്കിൾ ആയോ, സ്ഫിയർ ആവും, പിന്നെ അങ്ങനെ തന്നെ നിൽക്കും. നമ്മളൊരു ബോക്സ് ക്യൂബോയിഡ് ആയി അവിടെ നിൽക്കും. ഒരു ടെഡി ബെയർ പോലെ ആക്കിയോ അവിടെ നിൽക്കും. അപ്പൊ അവൻ ഒരു അവസ്ഥയിലേക്ക് മാറിയാൽ, ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്ത് നമ്മളൊരു അവസ്ഥയിലേക്ക് മാറ്റിയാൽ അത് അവൻ അങ്ങനെ തന്നെ നിലനിൽക്കും. അങ്ങനത്തെ ആളുടെ പേരാണ് എന്ത്, പ്ലാസ്റ്റിക്. ഇറ്റ് വിൽ നോട്ട് റീഗെയിൻ. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പഠിച്ചാൽ മതിയല്ലോ. അതാണ് ക്ലേ, മഡ് അതിന്റെ എക്സാമ്പിൾ. ഓക്കെ, പറഞ്ഞു. ആ ക്ലേ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് പോലെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കെമിക്കലി പ്ലാസ്റ്റിക് ആണ്. ഇത് നമ്മൾ ഫിസിക്സ് പരമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ മെറ്റീരിയലിലും. ഒന്ന് എലാസ്റ്റിക്, ഒന്ന് പ്ലാസ്റ്റിക്. ആ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക്, ഈ പ്ലാസ്റ്റിക് എന്നല്ല ഇതിന്റെ അർത്ഥം. ഇത് പ്ലാസ്റ്റിക് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പോളി വിനൈൽ അങ്ങനെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത് കെമിസ്ട്രി നമ്മൾ പഠിക്കും, ലാസ്റ്റ് ചാപ്റ്ററുകളിൽ പഠിക്കും. പക്ഷെ ആ പ്ലാസ്റ്റിക് എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്. തെർമോ പ്ലാസ്റ്റിക്,
അത് പ്ലാസ്റ്റിക്കിന്റെ പല വകഭേദങ്ങളാണ്, അത് കെമിക്കലിയാണ്. നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് എന്താണ്? ഫിസിക്സിൽ എന്ത് സാധനം ഒരു ഷേപ്പ് ആക്കിയോ അത് അങ്ങനെ തന്നെ നിൽക്കും, അതൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഇപ്പൊ മണ്ണ് പ്ലാസ്റ്റിക് ആണോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാസ്റ്റിക് ആണോ? അല്ല, എന്നാൽ ഫിസിക്സിലെ പ്ലാസ്റ്റിക് ആണ്. മണ്ണ് കുഴച്ച് ഷേപ്പായ അങ്ങനെ ഇരിക്കും. ഇറ്റ് ഇസ് കോൾഡ് പ്ലാസ്റ്റിക് ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ്. അതാണ് നമ്മുടെ ഫിസിക്സിലെ പ്ലാസ്റ്റിക് എന്ന വാക്കുകൊണ്ട് അർത്ഥം. പറഞ്ഞോ. ഈ ക്ലേ കുഴച്ച് ഷേപ്പ് ആക്കിയിട്ട് തിരിച്ചതിനെ മറ്റേ ഒറിജിനൽ ഷേപ്പിലേക്ക് ആക്കാൻ പറ്റില്ല? വേറെ ആക്കാം, ഒറിജിനൽ ഷേപ്പ് ആക്കാം. അത് നമ്മൾ കൊടുക്കണമല്ലോ, അവൻ തിരിച്ചു വരില്ലല്ലോ. ചോദിച്ചത് നല്ല ചോദിച്ചാൽ ചോദിച്ചാൽ നമുക്ക് അവൻ തിരിച്ചു, നമ്മൾ വീണ്ടും ഫോഴ്സ് കൊടുത്തല്ലേ തിരിച്ചു വരും, സ്വന്തം വരില്ല. അതാണ്, സ്വന്തമായി അവൻ തിരിച്ചു പിടിക്കില്ല. എല്ലാം ചോദിക്കാം. നിങ്ങൾ തോന്നലിൽ ചോദിച്ചാലാണ് ഈ സാധനം തിരിയുള്ളൂ. പറഞ്ഞോ. ആരവളെ സ്പോഞ്ച് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം, ഇലാസ്റ്റിക്കിൽ ഉൾപ്പെടുത്താം. ഈ സ്പോഞ്ചിൽ നമ്മൾ അങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ അവൻ തിരിച്ചു വീണ്ടും നമ്മുടെ സ്പോഞ്ച് ഇപ്പൊ കട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ താങ്ങും, നമ്മൾ എണിക്കുമ്പോൾ തിരിച്ചു വരില്ല. നല്ല സ്പോഞ്ച് നല്ല ഇലാസ്റ്റിക്കാണ്. ക്വാളിറ്റി കുറഞ്ഞ ബെഡ് ഒക്കെ ഉണ്ടല്ലോ, ഇലാസ്റ്റിക് ഒന്നും പറയാൻ പറ്റില്ല. കുറച്ചാൾ കിടന്നു കഴിയുമ്പോൾ അവനെ ഒട്ടിപ്പോകില്ലേ, അങ്ങനെ പാടില്ല. എന്ന് നല്ല ഇലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കാന്നുള്ള അത് ഞെക്കും തിരിച്ചു വരും. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ് എല്ലാവരുടെയും സംശയങ്ങൾ? പറഞ്ഞോ. വേറെ ഒന്നുമില്ല. വാക്സ് ഒരു പ്ലാസ്റ്റിക് ആണോ? വാക്സ് ഒരു പ്ലാസ്റ്റിക്കിൽ വരും, മെഴുക് പ്ലാസ്റ്റിക്കിൽ വരും. കാരണം മെഴുക് നിന്നു, അതിനെ നമ്മൾ ചൂട് കൊടുത്ത് ഉരുക്കി വേറെ കോലത്തിലാക്കി അങ്ങനെ നിൽക്കും. എന്ത് കോലത്തിലാക്കിയോ അങ്ങനെ നിൽക്കും. അപ്പം പ്ലാസ്റ്റിക്കിൽ പെടും. പുള്ളി ചോദിച്ചാലാട്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് തിരിയുള്ളൂ. ഞാനത് എഴുതി വെക്കണ എനിക്കൊരു പരിധിയുള്ളത്. നിങ്ങൾ ചോദിക്കുമ്പോഴാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ശരി, മുന്നോട്ട് പോട്ടെ. നല്ല ചോദ്യങ്ങളാണ് പിള്ളേർ ചോദിച്ചത്, സാധാ ഉണ്ടാവുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ഇനി ഞാൻ പുതിയ വാക്കുകൾ പഠിപ്പിക്കാം. അപ്പൊ എലാസ്റ്റിക് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഒരു മാർക്കിന്റെ ചോദിക്കുന്നു, പക്ഷെ യു ഹാവ് ഗോട്ട് ആൻ ഐഡിയ, റൈറ്റ്? ശരി, ഇനി ഞാൻ പുതിയ വാക്ക് ഉപയോഗിക്കാൻ പോവാം. നമുക്ക് പഠിക്കേണ്ട പുതിയ വാക്ക് കേട്ടിട്ടുള്ളതാണ്. ഒന്ന് സ്ട്രെസ്സും സ്ട്രെയിനും. രണ്ട് വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പോവാം, സ്ട്രെസ്സും സ്ട്രെയിനും. അതിൽ ഫസ്റ്റ് ഞാൻ സ്ട്രെസ്സിനെ കുറിച്ചാണ് പഠിക്കാൻ. ഈ വാക്കുകൾ ഇന്ന് മൊത്തം നമുക്ക് പഠിക്കാം. ഇന്നും നാളെയൊക്കെ അത് തന്നെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രെസ്, ഭയങ്കര സ്ട്രെസ്സാണ് നമ്മൾ പറയും. ചിലപ്പോൾ നമ്മൾ പറയും, ഇപ്പൊ എൻട്രൻസിൽ ചേർന്ന നമ്മൾ പല ബ്രില്യന്റിൽ നമ്മൾ പോയി, അല്ലെങ്കിൽ നമ്മൾ വേറെ കോഴ്സ് തൃശ്ശൂർ അവിടെ പോയി, PCയുടെ അവിടെ പോയി, അല്ലെങ്കിൽ അവിടെ പോയി നമ്മൾ ചേർന്ന് ഭയങ്കര സ്ട്രെസ്സാന്ന് പറയും. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയും, നമ്മളിപ്പോ കോളേജിലേക്ക് നമ്മൾ പറയും ചില സമയത്ത് ഭയങ്കര പ്രഷറാണ്. നിങ്ങളുടെ പാരന്റ്സ് ചിലപ്പോൾ പറഞ്ഞേക്കാം വർക്ക് സ്ഥലത്ത് നമ്മൾ പറയും ഭയങ്കര പ്രഷറാണെന്ന് പറയും. ചിലപ്പോൾ പറയും ഭയങ്കര സ്ട്രെസ്സാന്ന് പറയാം, വർക്കിന് പഠിക്കാൻ ഭയങ്കര സ്ട്രെസ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഡിഫറൻസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് സ്ട്രെസ്? ആരാണ്? എന്തെങ്കിലും അഭിപ്രായം? എന്തെങ്കിലും ഒരു അഭിപ്രായം? അലിയ സമത് ശ്രദ്ധിക്കണം, ചായ കുടിക്കണം. ഞാൻ ചായ കുടിക്കണം എന്ന് പറയുന്ന അർത്ഥം നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ആ ശരി, എന്തെങ്കിലും ഒരു സജഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് സ്ട്രെസ്? എന്തെങ്കിലും ഒരു സജഷൻ. ആകെ ജീവനുള്ളത് അതിനകത്ത് ഫുവാദ് എന്തോ ജീവനുണ്ട്, എല്ലാം ഡെഡ് ആണ്, റൈറ്റ്? എന്നാണ് അതിന്റെ അർത്ഥം. എന്തെങ്കിലും ഒരു സജഷൻ സാർ, എന്തെങ്കിലും ഞാൻ പറയാം. സന ഒന്ന് പറയാം. സന എന്താ പറയാ ഈ പ്രഷറും സ്ട്രെസ്സും തമ്മിലുള്ള വ്യത്യാസം? എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ അതുമായി ബന്ധപ്പെട്ട്. സന സഹീർ എവിടെ? ആളില്ലേ? പോയാ? ആ പറ. വേണ്ട ഫിസിക്സ് വേണ്ടാന്നേ. ഫിസിക്സ് വേണ്ട, ചുമ്മാ സാധാ. ഫിസിക്സ് ഒന്നും പറയാറായിട്ടില്ല, നമുക്ക് പറയാം. സാധാ പറഞ്ഞു എന്താണ് ഭയങ്കര പ്രഷറാണെന്ന് പറയാം. അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. മുത്തുക്കാസ് ഡെയിലി രാവിലെ ക്ലാസ്സിൽ എന്താണ് പ്രഷർ എന്ന് പറയും. അപ്പൊ ചിലരും ഭയങ്കര സ്ട്രെസ്സാണ് മമ്മി, അല്ലെങ്കിൽ അമ്മ ഭയങ്കര സ്ട്രെസ്സാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല, ഭയങ്കര പ്രഷറാന്ന് പറയും. അവിടെ ട്യൂഷന് പോയാൽ എന്താണ് ഇതിന്റെ ഡിഫറൻസ്? ഈ പ്രഷർ സ്ട്രെസ്. അതെ താങ്ങാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ വന്നാൽ അത് നമുക്ക് സ്ട്രെസ് പോലെ ഫീൽ ചെയ്യും. റെയ്മൽ ഗ്രേസ് പുതിയ ആളാണ്. റെയ്മൽ ഗ്രേസ്, ഞാൻ ഈ പറഞ്ഞ നോട്ടൊക്കെ മോൾ എഴുതുണ്ടല്ലോ അല്ലെ? പുതിയ ആളായതുകൊണ്ട് പറയണേ കേട്ടോ. ശരി ഒന്ന് പറയാവോ? എന്തെങ്കിലും ഒരു കേസ് പറയാമോ? ഇപ്പൊ സന പറഞ്ഞു ഈ താങ്ങാൻ പറ്റാത്തതിന് കൂടുതൽ വന്നാൽ സ്ട്രെസ് ആണെന്ന് പറയും. കറക്റ്റ്. അപ്പൊ മോളെ ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ സാർ? ഭയങ്കര പ്രഷറാന്ന് പറഞ്ഞാൽ വർക്ക് ഭയങ്കര പ്രഷറാന്ന് പറഞ്ഞാൽ എന്താ? റെയ്മൽ
കൂടുതൽ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ആരാ ഹാൻഡ് റൈസ് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ? മിർസ വാട്ട് ഈസ് യുവർ സജഷൻ? മിർസ അബ്ദുൽ കരീം. പ്രഷർ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ അവിടെ പ്രഷർ എന്ന് പറയും. ശരി. അപ്പൊ സ്ട്രെസ് ഉണ്ട് നമ്മളെ. സംതിങ് വാട്ട് യു സെഡ് ഈസ് സംതിങ് റിലേറ്റഡ്. കേട്ടോ, മിർസ പറഞ്ഞത് കുറച്ച് റിലേറ്റഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഭാഷയിൽ എഴുതണം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റൻ ആൻസർ ആയിട്ട് എഴുതാം കേട്ടോ. അതായത് നമ്മളൊരു എക്സാം, നമ്മൾ ബൈ വീക്ക്ലി എക്സാം നമ്മൾ സെറ്റ് ചെയ്യില്ലേ? നമ്മുടെ ബൈ വീക്ക്ലി എക്സാം എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ എക്സാം സെറ്റ് ചെയ്യുമല്ലോ. ശരി. ഈ ബൈ വീക്ക്ലി എക്സാം എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? നിങ്ങളുടെ മേത്ത് കുറച്ച് പ്രഷർ തരികയാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ട് എഴുതാം. നമ്മുടെ ഭാഷയിൽ എഴുതിയാൽ മതി, എന്നിട്ട് മതി. ബൈ വീക്ക്ലി എക്സാം 2 ആഴ്ച കൂടുമ്പോൾ നടത്തുന്നു. ഞാൻ രാവിലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ പ്രഷർ. എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്നതാണ് ഈ പ്രഷർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് റെയ്മലും പറഞ്ഞ പോലെ ഫോഴ്സ് എക്സേർട്ടഡ്, പുറത്തുനിന്ന് ഞാൻ തരുന്നതാണ്. അപ്പൊ ബൈ വീക്ക്ലി എക്സാം അനൗൺസ് ചെയ്യാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു പ്രഷർ ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശം. സ്കൂളിലെ എക്സാം, ബോർഡ് എക്സാം ഒരു പ്രഷറാണ്, പുറത്തുനിന്ന് തരുന്നത് നമ്മൾ ഈ പ്രഷർ എന്ന് പറയുന്നത്. കേട്ടോളാം, ശ്രദ്ധിച്ചോളാം. ഈ ബൈ വീക്ക്ലി എക്സാം പറഞ്ഞു കഴിയുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, അതായത് അത്യാവശ്യം സ്കോർ ചെയ്യണം എന്നുള്ളവർക്ക് ഉള്ളിൽ എന്തുണ്ടാവും? ഉള്ളിലൊരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. റൈറ്റ്? ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയാ? ആ ബൈ വീക്ക്ലി എക്സാമിനെ പ്രതിരോധിക്കാൻ. ആ ബൈ വീക്ക്ലി എക്സാമിൽ ഫെയിൽ ആവരുത്, ബൈ വീക്ക്ലി എക്സാമിൽ എനിക്ക് റെമഡി കിട്ടരുത്. അതിനുവേണ്ടി ഉള്ളിൽ എന്ത് ചെയ്യും? ഒരു ചെറിയ എന്തോ ഒരു പ്രത്യേക സാധനം വർക്ക്ഔട്ട് ചെയ്തു. അത് നമ്മൾ ടെൻഷൻ നിൽക്കുന്ന ചിലവർ വിളിക്കും. ടെൻഷൻ ഉണ്ടാവണം. ആ ടെൻഷൻ ഉണ്ടാകാൻ വേണ്ടി എക്സാം ഡിക്ലെയർ ചെയ്യുന്നു. ബൈ വീക്ക്ലി എക്സാം പറയുന്നത് ആ ഒരു പ്രഷർ തരികയാണ്. ആ പ്രഷർ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവും? അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്തുണ്ടാവും? ഒരു പണിയെടുത്തു തുടങ്ങും. ആ പണിയെ ടെൻഷൻ തുടങ്ങും. ആ ടെൻഷൻ വഴി നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഉള്ളിലുണ്ടാവുന്ന ടെൻഷൻ ഉണ്ടല്ലോ, അതിന് നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കും. സംഭവം ഇവിടെ ഞാൻ പറയും, പുറത്തുനിന്ന് എക്സാം നമ്മൾ പറയും. അപ്പൊ കോളേജിലാണെങ്കിൽ നമ്മളോട് പറയാണ് ഇന്ന വർക്കുകൾ ഇന്ന മാസത്തിനുള്ളിൽ ഇന്ന നമ്മുടെ NBA അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട്, നാക് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇത്ര ഫയലുകൾ ഉണ്ടാക്കണം, ഇന്ന ഡേറ്റിൽ മുജീബിന്റെ ഫയൽ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്കത് പ്രഷറാണ്. എന്റെ പ്രിൻസിപ്പൽ എനിക്ക് തരുന്ന പ്രഷറാണ്. എന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സാധനമാണ് എന്ത് പറയുന്നത്? ടെൻഷൻ. അതിന്റെ വേറെ വാക്കാണ് സ്ട്രെസ്. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ്. ചില ആളുകളുണ്ട് ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല, എത്ര പ്രഷർ വന്നാലും ഒരു പണിയൊക്കെ ചെയ്യും, ഒരു സ്ട്രെസ്സും ഇല്ല, നോർമലി നടന്നു. ചില ആളുകൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അത് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ വേരീസ്. ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ചിരിക്കും. ഒന്നും വായിക്കാത്തവന് സ്ട്രെസ് ചിലപ്പോൾ കൂടും, പരീക്ഷയാവുന്ന ഒരു സ്ട്രെസ്സാണ്. അപ്പൊ ഉള്ളിലുണ്ടാവുന്ന ആളുടെ പേരാണ് സ്ട്രെസ്, പുറത്തുനിന്ന് കൊടുക്കുന്ന ആളുടെ പേരാണ് പ്രഷർ. നിങ്ങളുടെ ഭാഷയിൽ എഴുതണം കേട്ടോ. ഇത് ദുൽഫുഖറെ, ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഭാഷയിൽ എഴുതണം. ഇല്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ എന്റെ ക്ലാസ് കൊണ്ട് ഗുണം ഉണ്ടാവില്ല. കാരണം ഇതൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പൊ അതിന് നേരെ പ്രിന്റർ നോട്ട് നോക്കി നിങ്ങൾ അവിടെ പഠിക്കും, കാണാതെ പഠിക്കും, പിന്നെ അത് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് നിർബന്ധമായും ഞാൻ പറയുന്ന എക്സാമ്പിളും ഞാൻ പറയുന്ന ഡീറ്റെയിൽഡ് ഫോമും എഴുതണം. ഞാൻ ഈ പറഞ്ഞ എക്സാമിന്റെ എക്സാമ്പിൾ എഴുതണം, ആ എക്സാമിന്റെ എക്സാമ്പിൾ നിങ്ങൾ എഴുതണം. അതിനാണല്ലോ എന്റെ ക്ലാസ് കേൾക്കണത്, ക്വസ്റ്റ്യൻ പഠിക്കാനല്ലല്ലോ. ഓക്കെ, പറഞ്ഞു. എങ്ങനെ? ഒന്നുകൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നീ എഴുതിയാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പാരഗ്രാഫ് കിടന്നോട്ടെ, കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് വാക്കാത്. ആ വാക്കിനൊരു പാരഗ്രാഫ് കിടന്നോട്ടെ, ഒരു പ്രശ്നമില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്ന രീതിയിൽ എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെക്കണം. ഒരു പരീക്ഷ ബൈ വീക്ക്ലി എക്സാം ഡിക്ലെയർ ചെയ്യുന്നത് എന്തുണ്ടാക്കാനാണ്? കുട്ടികളിൽ പ്രഷർ ഉണ്ടാക്കാനാണ്. അപ്പൊ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. നമ്മുടെ പുറത്തുനിന്ന് കൊടുക്കുന്ന ആളുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർമുല പ്രഷറിന്റെ ഫോഴ്സ് ബൈ ഏരിയ തന്നെ. പ്രഷറിന്റെ ഫോർമുല അറിയാം എല്ലാവർക്കും, ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഇനി ആ ഫോഴ്സ് നമ്മുടെ മേത്ത് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ ബൈ വീക്ക്ലി എക്സാം കേൾക്കും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പ്രഷർ തന്നെ. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പ്രഷർ നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ബൈ വീക്ക്ലി എക്സാമിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന
ആ ടെൻഷൻ എന്ന് നമുക്ക് പറയാം, ആ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രഷർ, അതാണ് എന്ത് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഒരു ബൈവീക്ലി എക്സാം ഒരു 10 കുട്ടികൾക്ക് 10 ടൈപ്പിലായിരിക്കും സ്ട്രെസ്. അത് ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാവണേ. ചിലർക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. പരീക്ഷ അത് സ്ട്രെസ് ആണ്. ചില കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ല, പരീക്ഷയില്ല, അപ്പൊ കാണാം ഒരു സ്ട്രെസ്സും ഇല്ല. അപ്പൊ ഉള്ളിൽ ഉണ്ടാവണ പ്രശ്നമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം. സ്ട്രെസ്സിനെ പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നറിയോ? പരീക്ഷയ്ക്ക് നമ്മൾ ഇങ്ങനെ എഴുതും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ്. തിരിച്ചു പിടിക്കുക. റീസ്റ്റോറിംഗ് എന്ന് വെച്ചാൽ റീസ്റ്റോർ ചെയ്യുക, തിരിച്ചു പിടിക്കുക. ഫോഴ്സ് ഡെവലപ്ഡ് inside, developed on a body. Restoring force developed on a body. Amari per unit area. That's stress എന്ന് പറയുന്നത്. Restoring force developed on a body per unit area. ഇതിനെ വിശദമായി നമുക്ക് പറയുകയാണെങ്കിൽ ഒന്നുകൂടെ ഇങ്ങനെയാണ് പറയാം. when a pressure is applied on a body, അങ്ങനെ പറയാം. ഞാൻ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഒരു പ്രഷർ തരുമ്പോൾ when a pressure is applied on a body, പ്രഷർ നമ്മുടെ മുകളിലേക്ക് തന്നു കഴിയുമ്പോൾ അപ്ലൈഡ് ഓൺ എ ബോഡി, ഒരു ബോഡിയുടെ മുകളിലേക്ക് തന്നു കഴിയുമ്പോൾ എ റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഒരു ഉള്ളിലൊരു ഫോഴ്സ് ഉണ്ടാവും. അതിനെ റീസ്റ്റോർ ചെയ്യാൻ, തിരിച്ചു പിടിക്കാൻ, അതിനെ ഇല്ലാണ്ടാക്കാൻ, ഈ പ്രഷറിനെ ഇല്ലാണ്ടാക്കാൻ, ആ ടെൻഷനെ ഇല്ലാണ്ടാക്കാൻ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉള്ളിൽ ഉണ്ടാവും. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് വിശദമായി എഴുതണമെങ്കിൽ വന്നാലാട്ടോ, പുസ്തകത്തിലുള്ള സെന്റൻസ് ഞാൻ ഉപയോഗിക്കുന്നു. അതേ വില നമ്മൾ പുറത്തുനിന്ന് കൊടുക്കണതിന്റെ പ്രഷറിന്റെ അതേ വിലയിൽ ഒരു എന്തുണ്ടാവും, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. ആൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. അത് നമുക്ക് പരീക്ഷയുടെ എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റില്ല, പക്ഷെ അതിനെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈസ് ഡെവലപ്ഡ്. The pressure is applied on a body, a restoring force equal in magnitude and in opposite direction is developed inside the body. ബോഡിയുടെ ഉള്ളിൽ ഇതുണ്ടാകും. അത് ഏറ്റവും ഷോർട്ട് ഫോം ആണ് എന്ത്? This restoring force developed on a body per unit area is called stress. പറഞ്ഞു, പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ, എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കട്ടെ. പറഞ്ഞേ, ഇപ്പൊ തന്നെ പഠിച്ചോളാം. അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതി ഇപ്പൊ തന്നെ പഠിച്ചോളാം. പറഞ്ഞേ, എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറഞ്ഞ്. ക്ലിയർ ആണ്? ഓക്കെ. അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫോർമുല ഒന്ന് എഴുതണമല്ലോ. സ്ട്രെസ്സിന്റെ ഫോർമുല എഴുതുമ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമായ സാധനമാണ്. സ്ട്രെസ്സിന്റെ ഫോർമുല എഴുതുമ്പോൾ എന്തായിരിക്കും ഫോർമുല വരാൻ സാധ്യത എന്ന് പറയാൻ അൻമരി വെറുതെ പറഞ്ഞു നോക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഫോർമുല വരാൻ സാധ്യത? ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. എന്ത് ഫോഴ്സ് ആണെന്നുള്ളൂ? ഇത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണേ ഉള്ളൂ, ഉള്ളിലുണ്ടാകുന്നതാണെന്നേ ഉള്ളൂ. മറ്റേത് പുറത്തുനിന്ന് കൊടുക്കുന്ന പ്രഷർ, ഇതെന്താ? ഇത് എക്സ്റ്റേണൽ ഫോഴ്സ്. ഉണ്ടോ? ഇങ്ങനെയൊന്നും പിള്ളേർ പഠിക്കാറില്ല എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാ. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിക്കാറില്ല. ഞാൻ പഠിപ്പിച്ചപ്പോഴും ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ എല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കണമെന്നില്ല. നമുക്ക് ശരിക്കും കേട്ടോ, പ്രഷർ എന്ന് പറയുമ്പോൾ ആ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഇത് റീസ്റ്റോറിംഗ്, ഉള്ളിലുണ്ടാവുന്ന ഫോഴ്സ് ആണ്. രണ്ടിന്റെ ഫോർമുല ഒന്നാണ്. എന്തായിരിക്കും എസ് ഐ യൂണിറ്റ്? പറഞ്ഞോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞോട്ടോ. എന്തായിരിക്കും എസ് ഐ യൂണിറ്റ്? ആരാ പറഞ്ഞേ? ഹാൻഡ് റൈസ് ചെയ്ത്. എന്തായിരിക്കും എസ് ഐ യൂണിറ്റ്? ആരാ പറഞ്ഞേ? കൈ പൊങ്ങട്ടെ. ഹരിഗോവിന്ദേ ഒന്ന് പറഞ്ഞേ. കേൾക്കല്ലോടാ ഹരിയെ? ഹരിഗോവിന്ദ് കേൾക്കല്ലോ മോനെ? കട്ടാവാണ്, റേഞ്ച് കട്ടാവാണ്. ഹരിഗോവിന്ദ് കട്ടാവാണ്. ശരി,
ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും? ന്യൂട്ടൺ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ മീറ്റർ സ്ക്വയർ. കറക്റ്റ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഉണ്ടാക്കിയെടുക്കാണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അല്ല, ഇതിന്റെ ഒറ്റവാക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇതിന്റെ ഒറ്റവാക്ക് ആർക്കെങ്കിലും അറിയാവോ? ഐഷ തഹസീൻ, ഇതിന്റെ ഒറ്റവാക്ക് ഓർക്കുണ്ടോ? ഒറ്റവാക്ക്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഒറ്റ വാക്കുണ്ട്. പറയുന്നത് ഫുഖാറെ? അല്ല, വേറെ വാക്കുണ്ട്. ആരാണ് വേറെ പറഞ്ഞത്? ഒന്ന് പറഞ്ഞ ദേവിക. ദേവിക, ഫാത്തിമ. ദേവിക പറ. പാസ്കൽ. വിട്ടുപോകണ്ടോ? പറയാനുള്ള ധൈര്യമില്ല. ഒരു 5-6 പേരെ ഫാത്തിമ ചേച്ചി, അതുപോലെ മരിയ, അങ്ങനെ 3-4 പേരെ കൈമുക്കിയുള്ളൂ. പാസ്കൽ ആണ് PA. കാരണം പ്രഷറിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. പാസ്കലിന്റെ വേറെ പേരാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഒറ്റ പേരാണ്. സയന്റിസ്റ്റിന്റെ പേര് ഉപയോഗിച്ചാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാവുന്ന. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ മാച്ച് ദ ഫോളോയിങ് ആരുമായിട്ടാണ്? താഴെ 2-3 ഓപ്ഷൻ തരും. പാസ്കലാണ്. ശരി. അപ്പൊ സ്ട്രെസ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത സ്ഥാനത്തേക്ക് ഞാൻ കിടക്കാൻ പോകും. അങ്ങനെ ഉള്ളിൽ കേട്ടോ, ബൈവീക്ലി എക്സാം അനൗൺസ് ചെയ്തു. അപ്പൊ വാക്കുകൾ പിള്ളേർ ഇങ്ങനെ ഏറ്റവും നല്ല ഇതാണ്. ബൈവീക്ലി എക്സാം അനൗൺസ് ചെയ്തു. അപ്പൊ അത് പ്രഷറായി. ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ടെൻഷൻ ഉണ്ടായി. അപ്പൊ ടെൻഷൻ, അങ്ങനെ ഷോർട്ട് ഫോം ഏറ്റവും നല്ല ടെൻഷൻ ഉണ്ടായി മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ. അതിനെ നമ്മൾ എന്ത് വെച്ച് സ്ട്രെസ് ഉണ്ടായി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഉള്ളിൽ സ്ട്രെസ് ഉണ്ടായി, പ്രഷർ ഉണ്ടായി, ടെൻഷൻ ഉണ്ടായി, നമ്മൾ എന്ത് ചെയ്യും? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആ ടെൻഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ റിസ്റ്റോറിംഗ് ഫോഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഷാമി ഷെയർ നമ്മൾ എന്ത് ചെയ്യും? ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് തന്നെ സൗണ്ട് ഓൺ ആക്കണം. വിളിച്ചാൽ അപ്പൊ സൗണ്ട് ഓൺ ആക്കും. എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഉള്ളിലുണ്ടായി. ബൈവീക്ലി എക്സാം മൺഡേ അനൗൺസ് ചെയ്തു. ഫ്രൈഡേ ബൈവീക്ലി എക്സാം ആണ്. നമ്മളുമായി നോർമൽ കേസ് ആയിട്ട് പറഞ്ഞത്, സ്പെഷ്യൽ കേസ് നമ്മൾ ഡീൽ ചെയ്യാറില്ല. നോർമൽ കേസിൽ ബൈവീക്ലി എക്സാം അനൗൺസ് ചെയ്തു മൺഡേ. നമുക്ക് ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ എന്തുണ്ടാവും? ഉള്ളിൽ സ്ട്രെസ് ഉണ്ടാവണം. ഈ സ്ട്രെസ് വഴി എന്ത് നടക്കണം? നമുക്ക് പഠിത്തം നടക്കണം. പഠിത്തം നടക്കാൻ നമ്മുടെ ഇതിൽ ചേഞ്ച് ഉണ്ടാവണം. എന്ത്? നമ്മുടെ നോർമൽ സ്ട്രക്ചർ ചേഞ്ച് ഉണ്ടാവണം. അതിനാണ് അനൗൺസ് ചെയ്യണം. പ്രഷർ തരുന്നത് നോർമലിൽ നിന്ന് മാറണം. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവണം. അതാണ് സംഭവം. എന്ത്? പഠിത്തം നടക്കണം. പഠിത്തം നടക്കുന്നത് എന്താ? നമ്മൾ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ നേരം. ബൈവീക്ലി എക്സാം വരുമ്പോൾ നമുക്ക് പഠിത്തത്തിലേക്ക് നമ്മൾ കുറെ സമയം. അപ്പൊ സം ചേഞ്ച് വിൽ ഹാപ്പൻ ഡ്യൂ ടു സ്ട്രെസ്. വാട്ട് വിൽ ഹാപ്പൻ? സം ചേഞ്ച് വിൽ ഹാപ്പൻ. അതിനാണ് നമ്മൾ അടുത്ത പേരിട്ട് വിളിക്കാൻ പോണേ. ആ ചേഞ്ചിനെ ഒരു പേരിട്ട് വിളിക്കും. ആ CBSE പിള്ളേരെന്ന് പറഞ്ഞേ, എന്താണ് പേര്? എന്താ പേര്? CBSE പിള്ളേരെന്ന് പറഞ്ഞേ. ചിരിക്കാനല്ല, ചിരിച്ചിട്ട് ശരിയില്ല, പറയണം. അലിഫ, ടെൽ മീ അലിഫ, എന്താ പേര് ആ ചേഞ്ചിനെ? സൗണ്ട് ഓൺ ആക്കിയേ. അയ്യോ, പേരടിച്ചിട്ട് കാര്യമില്ല. സൗണ്ട് ഓൺ ആക്കിയേ. ഓർക്കണ്ട? അമിഷ പറഞ്ഞേ. ബ്രില്യന്റ് കണക്ഷൻ. കണക്ഷൻ നമുക്ക് ഉണ്ടാവണം. വിട്ടുപോകരുത്. ഞാൻ പഠിച്ചില്ല സാറേ, ഞാൻ ഇന്നലെ അന്ന് 2 മാസമായി സാറെ പഠിച്ചിട്ട്. ഇങ്ങനത്തെ ബേസിക് സാധനങ്ങളിൽ കണക്ഷൻ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും സബ്ജക്ട്. ഒരുപാട് സാധനം പഠിക്കാൻ പറ്റാതെ ഇപ്പോ. ആ ചേഞ്ചിന്റെ പേരാണ് സ്ട്രെയിൻ. നമുക്ക് സ്ട്രെയിൻ ഉണ്ടാവും. അതാണ് പറഞ്ഞത്. സ്ട്രെസ്സും ഭയങ്കര സ്ട്രെയിനും എന്ന് പറയും. യഥാർത്ഥത്തിൽ സ്ട്രെസ് വഴി എന്തുണ്ടാവണം? സ്ട്രെയിൻ ഉണ്ടാവണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. സ്ട്രെസ് മാത്രമാണോ? നിങ്ങൾ പൊട്ടിപ്പോവും. ഞാൻ പഠിപ്പിക്കാൻ കുറച്ച് ചെയ്യുമ്പോൾ സ്ട്രെസ് മാത്രമാണോ ഉണ്ടാവണേ? നിങ്ങൾക്ക് ആകെ പ്രശ്നമാവും. സ്ട്രെയിൻ ഉണ്ടാവണം. നിങ്ങളുടെ റൊട്ടീനിൽ മാറ്റം വരണം. ബൈവീക്ലി എക്സാം ആണോ? നിങ്ങൾക്ക് മാറ്റം വന്നാൽ നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന സാധനം കുറച്ചിട്ട് പഠിത്തത്തിലേക്ക് കൂടുതൽ മാറണം. അപ്പൊ പ്രശ്നമില്ലാതെ പോകും. അപ്പൊ സ്ട്രെയിൻ സംഭവിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. സ്ട്രെയിൻ അപ്പൊ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഓഫ് ദ ബോഡി. ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത് ലെങ്തോ ബ്രെഡ്ത്തോ ഹൈറ്റോ. 3 ആൾക്കാരാണ് ഒരു സോളിനുള്ളത്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അതാണ് ഡയമെൻഷൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡയമെൻഷൻ SI യൂണിറ്റിലെ ഡയമെൻഷൻ അല്ല ഇത്. അളവ്, എന്തെങ്കിലും അളവ്. അതായത് നമ്മുടെ മൊബൈൽ കാണലിലോ, നമ്മുടെ പന്തുകളി കാണലിലോ, നമ്മുടെ ഫുഡിലോ, നമ്മൾ പുറത്ത് യാത്ര, ഏതെങ്കിലും ഒരു സാധനത്തിന് മാറ്റം ഉണ്ടാവും. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഓഫ് ദ ബോഡി ഡ്യൂ ടു സ്ട്രെസ്.
ഇതാണ് എന്ത്? സ്ട്രെയിൻ. എത്ര മാറ്റം സംഭവിച്ചു, ഇതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഭയങ്കര സ്ട്രെയിൻ വെച്ചാൽ ഭയങ്കര മാറ്റം, ഭയങ്കര പഠിത്തം, അതാണ് ഭയങ്കര സ്ട്രെയിൻ. കുറച്ച് ചിലർ പഠിക്കുന്നു ചെറിയ സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ സ്ട്രെയിനിന്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞുതരാം. ചേഞ്ച് ഇൻ ഡയമെൻഷൻ, ഡയമെൻഷൻ എത്ര മാറി ബൈ ഒറിജിനൽ ഡയമെൻഷൻ. പണ്ടെന്തായിരുന്നു ഇപ്പൊ എന്തായി. നമ്മളെ എല്ലാ കാര്യവും നമ്മളുമായി റിലേറ്റ് ചെയ്യണം. ഫിസിക്സിലെ പുതിയ കാര്യങ്ങൾ നമ്മളുമായി റിലേറ്റ് ചെയ്യണം. എന്താണ് മാറ്റം വന്നത്, മോളിൽ മാറ്റം വന്നത് എന്താണ്, ഒറിജിനൽ എന്തായിരുന്നു. ഒറിജിനൽ അവൻ ഒരു ഡെയിലി 1 മിനിറ്റ് പോലും അല്ലെങ്കിൽ അരമണിക്കൂറെ പഠിച്ചുകൊണ്ടിരുന്നത്, അതാണ് ഒറിജിനൽ ഡയമെൻഷൻ. അരമണിക്കൂറാണ് ഡെയിലി പഠിച്ചുകൊണ്ടിരുന്നത്. ബൈവീക്കിലി എക്സാം വന്നു, പ്രഷർ വന്നു, സ്ട്രെസ് വന്നു, സ്ട്രെയിൻ അരമണിക്കൂർ എന്നുള്ള 1 മണിക്കൂറായി. അപ്പൊ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എത്രയാണ്? അരമണിക്കൂറാണ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ. കാരണം ഡെയിലി ഒറിജിനൽ എത്ര പഠിച്ചുകൊണ്ടിരുന്നത്? അരമണിക്കൂർ. കേട്ടോ, അപ്പൊ ഡെയിലി പഠിച്ചുകൊണ്ടിരുന്നത് ½ അവർ, അതാണ് ഒറിജിനൽ ഡയമെൻഷൻ. അവൻ ഇപ്പൊ ഒരു 3/4 മണിക്കൂർ പഠിച്ചു തുടങ്ങി സപ്പോസ്. ഇപ്പൊ ഡെയിലി 3/4 മണിക്കൂർ പഠിക്കണ്ട, ബൈവീക്കിലി എക്സാം വന്നിട്ട് സ്ട്രെയിൻ ആണ് അത്. അപ്പൊ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എത്രയാ? 1/4 hours. കാരണം അരയിൽ നിന്നും 3/4 എത്ര മാറ്റം സംഭവിച്ചു? 1/4, ക്വാർട്ടർ, 1/4. അപ്പൊ 1/4 by 1/2, അതാണ് എന്ത് അവിടെ സംഭവിച്ച സ്ട്രെയിൻ. പറഞ്ഞു? പ്രശ്നങ്ങൾ പറ. സാധാരണ സാധനമായി കണക്ട് ചെയ്യണം. പ്രശ്നങ്ങൾ പറ. ക്ലിയർ ആയില്ലെങ്കിൽ പറ. ഓക്കെ, ക്ലിയർ ആണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് ആരാ പറഞ്ഞത് SI യൂണിറ്റ് എന്തായിരിക്കും ഇതിന്റെ? ആരാ പറഞ്ഞത് SI യൂണിറ്റ് എന്തായിരിക്കും? ആരാ പറഞ്ഞത്? 1, 2 SI യൂണിറ്റ് പറയാൻ കൈ മുഖ്യാണ്. 2 പേരെ കൈ മുഖ്യാണ്. വേറെ റെഡിയാവും. 3, 4. അഫീസ, ടെൽ മീ അഫീസ, എന്തായിരിക്കും അതിന്റെ? SI യൂണിറ്റ് ഇല്ല. എന്താ കാരണം? അപ്പൊ ഈ ഡയമെൻഷൻ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് വന്നാൽ മീറ്റർ വരാൻ പാടില്ലേ? ആ ശരി, SI യൂണിറ്റ് ഇല്ല എന്ന് തോന്നുന്നതാ പറഞ്ഞത്. വാട്ട് ഈസ് യുവർ ഫിദ ഷാഫി, വാട്ട് ഈസ് യുവർ സജഷൻ? SI യൂണിറ്റ് ഇല്ല. ഫിദ ഷിയാദല്ല, ഫിദ ഷാഫി. ഫിദ ഷാഫി എങ്ങനെ അറിയില്ല, അതിനെ കുറിച്ച് അറിയില്ല. ഞാൻ പറഞ്ഞില്ല, അതാണ് ചോദിച്ചത്. ഫിദ ഷിയാദ് എന്ന് പറഞ്ഞവളെ എന്താ ഉദ്ദേശിച്ചത്? SI യൂണിറ്റ് ഇല്ല. കാരണം അത് ഫിസിക്സിന്റെ ഒരു സാധനം കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയാ പറഞ്ഞേ. യൂണിറ്റ് ഇല്ലല്ലോ. കാരണം അറിയോ? ഇല്ല. ഞാൻ പറഞ്ഞ കേട്ടോ, അതിനു വേണ്ടി ഞാൻ ചോദിക്കും. കാരണം ആരാ കാരണം പറഞ്ഞേ? ഫിസിക്സിൽ ഒരു മെയിൻ സാധനം. ആരാ കാരണം പറയണേ? SI യൂണിറ്റ് ഇല്ല, അത് കറക്റ്റ് ആണ്. ആരാ കാരണം പറയണേ? SI യൂണിറ്റ് ഇല്ല. കാരണം ഏഞ്ചൽ മരിയ ഷാജി പറയാവോ? കാരണം പറയാവോ SI യൂണിറ്റ് ഇല്ലാത്തതിന്? ഏഞ്ചൽ മരിയ അറിയോ? ഞാൻ പറഞ്ഞ ദേവിക പറഞ്ഞേ കേക്കട്ടെ. കാരണം പറഞ്ഞോ. നോക്കുകയാണെങ്കിൽ രണ്ടും ഡിവൈഡ് ആയി പോവില്ലേ? അതാണ് അതിന് കാരണം. പുള്ളി കേട്ടോ, SI യൂണിറ്റ് ഇല്ല. ചിലവർ വെറുതെ കാണാതെ പഠിക്കും. SI യൂണിറ്റ് ഇല്ല എന്ന് പറയാൻ കാരണം, ഞാൻ ഇത് പണ്ട് പഠിപ്പിച്ചത് യൂണിറ്റ്സ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സ്ട്രെയിൻ എന്ന് പറഞ്ഞ സാധനത്തിന് SI യൂണിറ്റ് ഇല്ലാട്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം എന്നറിയോ? മോളിൽ എന്ത് വന്നോ അത് താഴെ വരും. രണ്ടും കട്ടായി. മോളിൽ എന്ത് വന്നാലും താഴെ അത് തന്നെ വരും. SI യൂണിറ്റ് ഉണ്ടാക്കി. അങ്ങനെ SI യൂണിറ്റ് കട്ടായി പോകണം. ജിമ്മ SI യൂണിറ്റ് ഇല്ലാന്ന് പഠിക്കുകയല്ല പോയി. ചിലവര് കാണാതെ അവിടെ +2 അതെ ഞാൻ പറയാൻ കാരണം +2 ചില കുട്ടികളുടെ റേഷ്യോ ഒന്നിനും ഇല്ലാന്നാ. അങ്ങനെ ഇല്ല. മുകളിലും താഴെ മഞ്ഞിന് SI യൂണിറ്റ് ഇല്ലാന്ന്. അതേപോലെ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. SI യൂണിറ്റ് ഇതിലുണ്ട് കട്ട് ചെയ്ത് Nm/m² കിട്ടും. മുകളിലും താഴെ മഞ്ഞിനുണ്ട്. പക്ഷെ ചില സെയിം സാധനം വന്നാൽ കട്ടായി പോവും. അപ്പൊ പിന്നെ SI യൂണിറ്റ് ഇല്ല. അങ്ങനെയാണ് പോണേ. അത് പ്രത്യേകം പിള്ളേർ എഴുതി വെക്കണം. ആകെ ഒരാളെ ആൻസർ ചെയ്തോളൂ. അതിന് കാരണം എഴുതി വെക്കണം. അല്ലാതെ ഇങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല, കാരണം എഴുതി വെക്കണം. അങ്ങനെ അപ്പം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ SI യൂണിറ്റ് ഇല്ല. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞോ. ഒന്നുമില്ല. എന്താ വരുന്നത്? സ്ട്രെയിൻ. എന്താ വരുന്നത്? അപ്പൊ സ്ട്രെയിൻ ഈക്വൽ ടു 10 അല്ലെങ്കിൽ ഈക്വൽ ടു 2 ഈക്വൽ ടു 3 അങ്ങനെ വരുള്ളൂ. ചുമ്മാ വാല്യൂ മാത്രമേ വരുള്ളൂ. നമ്പർ പോലെ. ഇറ്റ് ഈസ് എ നമ്പർ. കാരണം മുകളിലും താഴെ പോലെ മുകളിൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ
ഇപ്പൊ ചേഞ്ച് ഇൻ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഞാൻ പറഞ്ഞു ലെങ്ത് ആവാം, ബ്രെഡ്ത്ത് ആവാം, ഹൈറ്റ് ആവാം. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ സ്ഥലത്ത് ലെങ്ത് എന്ന് ഒന്നു കൂട്ടുക. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ ലെങ്ത്തിന്റെ എസ് യൂണിറ്റ് മീറ്റർ, ഒറിജിനൽ ലെങ്ത്തിന്റെ എസ് യൂണിറ്റ് മീറ്റർ. മീറ്ററും വെട്ടിപ്പോകും. അപ്പൊ ഒന്നുമില്ല. ഓക്കെ. ഇപ്പൊ വോളിയാന്ന് കൂട്ടുക. അപ്പൊ ചേഞ്ച് ഇൻ വോളിയം, മുകളിൽ വോളിയം, താഴെ വോളിയം. അപ്പൊ ഇതിന്റെ മീറ്റർ ക്യൂബ് വെട്ടിപ്പോകും. അപ്പൊ എന്ത് മുകളിൽ വരുന്നോ അതേ ആള് തന്നെയാണ് താഴെ വരുന്നത്. അപ്പൊ വെട്ടിപ്പോകും. അങ്ങനെയാണ് എസ് യൂണിറ്റ് ഇല്ലാതെ. അപ്പൊ ഇറ്റ്സ് എ നമ്പർ. സ്ട്രെയിൻ ഇസ് എ നമ്പർ. ജസ്റ്റ് എഴുതണം. ഞാൻ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറുകൾ പ്രതീക്ഷിച്ചല്ല നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ആ ഓർമ്മ പുതിയ കുട്ടികൾക്കും പഴയ കുട്ടികൾക്കും വേണം. പുതിയ കുട്ടികൾക്കും അങ്ങനെ ഇല്ലെങ്കിൽ അവരിങ്ങനെ ബാക്കിയുള്ള സമയം എന്ത് ചെയ്തു പറയാം, ബാക്കിയുള്ള സമയം നമ്മൾ നോക്കിയിരിക്കും. അവരോട് എന്തോ ചോദിച്ചു, മറ്റേ കുട്ടി എന്തോ ചോദിച്ചു, ആ കുട്ടി പറഞ്ഞ് ഗൾഫിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞതിൽ കുറെ പോയിന്റുകൾ കിട്ടുന്ന എല്ലാം. അപ്പൊ ചില കുട്ടികളെയും കാണാം അതുപോലെ ലൈവായിട്ടിരിക്കണം. എന്നിട്ട് ബുക്കിലേക്ക് കാര്യങ്ങൾ എഴുതാൻ. അപ്പൊ ഞാൻ എപ്പോ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, നിങ്ങൾ ബുക്കിലേക്ക് എഴുതാൻ റെഡി ആയിട്ടായിരിക്കണം. എഴുതുന്നതായിട്ടൊരു ഫീൽ എനിക്ക് വേണം. അല്ലെങ്കിൽ വേറെന്തോ ഞാൻ പറയുമ്പോൾ മറ്റേ കുട്ടി ചോദിക്കുമ്പോൾ ഇങ്ങനെ ആ കുട്ടിയെടുത്ത് പറയുന്ന ഡിസ്കഷനിൽ കുറെ പുതിയ പോയിന്റ് വരും. അങ്ങനെ പഠിക്കേണ്ട സബ്ജക്റ്റാണ് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും. നമ്മുടെ കയ്യിൽ അത്രേ പ്രശ്നങ്ങളുള്ള സാധനങ്ങൾ ഉണ്ടാവും അതിനകത്ത്. ഓക്കെ. അപ്പോൾ അത് സബ്ജക്ട് ക്ലിയർ ആവും. ഓക്കെ ശരി. ഇനി ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് മാറാം എന്നുള്ളതാണ് അടുത്തത്. എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ഒരു ബോഡിയുടെ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് മാറാം? ഡയമെൻഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ലെങ്ത് മാറാം, ബ്രെഡ്ത്ത് മാറാം, ഹൈറ്റ് മാറാം, പല ആൾക്കാർ മാറാം, ഷേപ്പ് മാറാം, അതിന്റെ വോളിയം മാറാം. അപ്പൊ ഞാൻ അതിന് എളുപ്പത്തിലൊരു സാധനം കാണിച്ചത്. ഞാൻ എളുപ്പത്തിലൊരു സാധനം ഉണ്ടാക്കിയതാണ്. എന്തൊക്കെ മാറാം എന്നുള്ളത് ഡയമെൻഷൻ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ്സിന് നമുക്കൊരു പ്രത്യേക പേരിട്ട് വിളിക്കാം. അവിടെ ഉണ്ടാവുന്ന സ്ട്രെയിൻ ഒരു പേരിട്ട് വിളിക്കാം. ഇച്ചിരി എളുപ്പമുള്ള എനിക്ക് തോന്നി പഠിക്കാൻ. ഞാൻ കാണിച്ചത് നോക്കി. ഡയമെൻഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ. ഓക്കെ അല്ലേ? എഴുതിയോ? ഞാനീ പറഞ്ഞത് എഴുതിയോ? അതിനെ ഞാനീ പറഞ്ഞത് എഴുതിയിട്ടില്ലയോ? ഞാൻ പറഞ്ഞത് എഴുത്. അതിനെ ശ്രദ്ധിക്കുക. ഞാൻ ഈ കാണിച്ചത് എഴുതുമ്പോൾ നമ്മള് ഡയമെൻഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ. എന്റെ കൂടെ ഞാൻ ഇതിനെ എഴുതി കാണിച്ച് പറയുമ്പോൾ നിങ്ങൾ എഴുതുകയാണ്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു സമയം നമ്മൾ തന്നെ ഇല്ലയോ? അൽവാൻ എഴുതിയോ? ഹെഡിങ് എഴുതിയോ? എഴുതടാ. ഡയമെൻഷൻ. അപ്പത്തിന് ഡൗട്ടുള്ള അപ്പത്തിന് ചോദിക്കുക. ലൈവ് ആവട്ടെ. അപ്പൊ തന്നെ പിന്നത്തേക്ക് വെക്കല്ലേ. പിന്നത്തേക്ക് വെച്ചാൽ ഗ്യാപ്പായി പോകും. ടീച്ചറെല്ലാം പറഞ്ഞിട്ട് പിന്നെ അത് ടീച്ചറൊക്കെ പറയട്ടെ. അതുകൊണ്ട് സാർ എന്താ ഉദ്ദേശിക്കുന്നത്? സാർ അത് ക്ലിയർ അല്ലോ. എന്നാ ആ രീതിക്ക് പോട്ടെ പഠിത്തം. അപ്പോൾ അത് പെർഫെക്റ്റ് ആവും. അപ്പൊ ഡയമെൻഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ. ഡയമെൻഷൻ ചിലപ്പോൾ ലെങ്ത് ആയിരിക്കാം മാറണേ. ചിലപ്പോൾ അതിന്റെ ലെങ്ത് ആയിരിക്കും മാറണേ. നീളം ചിലപ്പോൾ മാറുന്ന ഒരു കേസ്, 3 കേസ് ഞാൻ കാണിക്കാം. ഒന്ന് ലെങ്ത് മാറുന്ന കേസ്. ലെങ്ത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ബ്രെഡ്ത്ത് മാറിയാലും ലെങ്ത്, നീളം മാറുക. അപ്പൊ നോക്കിയേ, ഇങ്ങനെ ഈ നീളം മാറുക. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് ഹൈറ്റ് എന്ന് പറയാൻ പറ്റും. ഈ നീളം മാറുക. അപ്പൊ നീളം മാറുക. ഇതിങ്ങനെ വലിക്കുക, ഇതിങ്ങനെ പിടിച്ച് വലിക്കുക, ഇതിങ്ങനെ പിടിച്ച് വലിക്കുക, ഇതിങ്ങനെ പിടിച്ച് വലിക്കുക. അപ്പൊ നീളം മാറും. നീളം എന്ന് വെച്ചാൽ നിങ്ങൾ ലെങ്ത് എന്ന് ഉദ്ദേശിച്ചാൽ ബ്രെഡ്ത്ത് ആവില്ല എന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണ് നോക്കണം. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ലെങ്ത്തിലാ വരുന്നത്. ഡയമെൻഷൻ അതിന്റെ ഓർക്കണം. നമ്മൾ എസ് ഐ യൂണിറ്റ് പഠിക്കുമ്പോൾ ക്യാപിറ്റൽ എൽ ആണ്. 3 നീളമാണ്. ഇങ്ങോട്ടുള്ള നീളത്തിന് ബ്രെഡ്ത്ത്, മുകളിലേക്കുള്ള നീളത്തിന് ഹൈറ്റ് എന്ന് വിളിക്കും. അപ്പൊ എല്ലാം നീളമാണ്. ഒരാളുടെ പൊക്കം അത് നീളമാണ്. റൈറ്റ്? അപ്പൊ നീളം മാറുക. അതാണ് ഒന്നാമത്തെ കേസ്. അതിന് നമ്മൾ എന്ത് സ്ട്രെസ് എന്ന് വിളിക്കുമോ, ആ നീളം മാറാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിനെ നമ്മൾ പേരിട്ട് വിളിക്കും ലീനിയർ സ്ട്രെസ്. ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ പേരിട്ട് വിളിക്കും, ചിലപ്പോൾ വേറെ പേരിട്ട് വിളിക്കും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഇതൊക്കെ അത് തന്നെയാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് വിളിക്കും, ലീനിയർ എന്ന് വിളിക്കും. അതും നീളമാണ്. ഈ ലൈൻ സ്മോൾ ട്രെയിനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ലീനിയർ, ലൈൻ, നീളം. ലോഞ്ചിറ്റ്യൂഡിനൽ, അതും നീളം. ഇതിനൊക്കെ അങ്ങനെ വിളിക്കും. അപ്പൊ ലെങ്ത് മാറണതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ ലെങ്ത് മാറാൻ വേണ്ടി കൊടുത്ത സ്ട്രെസ്സിനാണ് ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു കേസ്. ലെങ്ത് കൂടുതൽ മാത്രമാണോ ലെങ്ത് കുറയിലും എടുക്കാവോ? നമ്മൾ സ്ട്രെസ് കൊടുത്തു, സ്ട്രെസ് ഉണ്ടായി. എന്തിനു വേണ്ടി?
നമ്മൾ പുറത്തുനിന്ന് ഒരു പ്രഷർ കൊടുത്തപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടായി. എന്തിനു വേണ്ടി? ഒന്നിലും നീളം മാറാൻ. നീളം കൂടുകയും ചെയ്യാം, നീളം കുറയുകയും ചെയ്യാം. ഈ വാക്കുകളൊക്കെ കേട്ടോ, പുതിയ പുതിയ വാക്കുകളാണ്. നീളം കൂടാൻ വേണ്ടി കൊടുത്തതിനെ ആരെങ്കിലും ഓർക്കണ്ടോ? CBSE പിള്ളേർ ആരെങ്കിലും ഓർക്കണ്ടോ? നീളം കൂടാൻ വേണ്ടി കൊടുത്ത സ്ട്രെസ്സിനെ ഓർക്കണ്ടോ ആരെങ്കിലും? ഇല്ല, വാക്ക് ഞാൻ പറയാം. ടെൻസൈൽ എന്ന് വിളിക്കും. ടെൻസൈൽ എല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ടെൻസൈൽ സ്ട്രെസ് എന്ന് വിളിക്കും. അപ്പൊ ലീനിയർ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡ്സും കോമൺ പേരാണ്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അങ്ങനെ പഠിച്ചോളാം. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ടെൻസൈൽ, ഒന്ന് ടെൻസൈൽ എന്ന് പറയും. നമുക്ക് ഇങ്ങനെ 2 ആയിട്ട് കാണിക്കാം. ഒന്ന് ടെൻസൈൽ, ഇതെന്തിനു വേണ്ടിയാ? നീളം കൂടാൻ വേണ്ടി. മറ്റത് കംപ്രസീവ്, നീളം കുറയാൻ വേണ്ടി. നീളം ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ നീളം കൂടാൻ വേണ്ടി കൊടുക്കുന്ന ടെൻസൈൽ. ഈ വാക്ക് നിങ്ങൾ കേൾക്കേണ്ട വാക്കാ. ടെൻസൈൽ സ്ട്രെങ്ത് വെച്ചാൽ എന്താണെന്നറിയോ? ഒട്ടുമില്ല, ഭയങ്കര ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയും. വളരെ നൈസായി പൊട്ടൂല. ഗോൾഡ് നല്ല എക്സാമ്പിൾ. നല്ല ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള, എത്ര നീളം കൂട്ടിയാൽ അതിങ്ങനെ പൊട്ടാതെ നിന്നു. അതല്ലേ അത് ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ മാലയൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ കമ്പി, ചെറിയ ഗോൾഡിന്റെ പിരിച്ചില്ലേ, അപ്പോഴത് പൊട്ടൂല്ല. നല്ല ടെൻസൈലാണ്. കംപ്രസീവ്, ചുരുക്കാൻ, നീളം കുറയ്ക്കാൻ. അപ്പൊ 2 ടൈപ്പ് ലീനിയർ സ്ട്രെസ്. 2 ടൈപ്പ്. ടെൻസൈൽ എന്തിനു വേണ്ടി? നീളം കൂട്ടുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ് ആണ്, ഇൻക്രീസ് ഇൻ ലെങ്ത് ആണ്. ഇത് ഡിക്രീസ് ഇൻ ലെങ്ത് ആണ്. ഓക്കെ, ഇത് നിങ്ങളെ സാധാ ബോർഡ് എക്സാമിൽ ഇങ്ങനെ ഇത്ര പ്രശ്നം ഉണ്ടാക്കാറില്ല. ടെൻസൈലും കംപ്രസീവും വേറെ സ്ഥലത്തൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഇവന്റെ ഉള്ളിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാവും, അപ്പൊ മാറ്റം ഉണ്ടാവും. ഓക്കെ, ആ സ്ട്രെയിനിന് എന്ത് പേരിട്ട് വിളിക്കാം? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ചുമ്മാ സജഷൻ പറഞ്ഞേ. രേഷ്മ ബെന്നി പോലല്ലേ? രേഷ്മ ബെന്നി വീഡിയോ ഓഫ് ചെയ്യില്ലേ? ഞാൻ ചോദിക്കട്ടെ, വീഡിയോ ഓൺ ആക്കിയേ. പുതിയ ആളാണ് മോളെ? മോളെ എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണോ? രേഷ്മ ആണോ? ആളാരാണ്? മനസ്സിലാവുന്നില്ല, നോക്കിയിട്ട്. അഞ്ജനയാണ് സർ. ഞാനത് നോക്കണേ, ആളാരാണ്? ഇത് മുഖം കാണില്ലയോ? മുഖം കാണാൻ രീതിക്കല്ല വെച്ചാക്കണേ, അതാണ് എനിക്ക് സംശയം വന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒന്ന് പറഞ്ഞേ അഞ്ജന, ഈ സ്ട്രെയിനിന് എന്ത് പേരിട്ട് വിളിക്കാം? അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിനിന് എന്ത് പേരിട്ട് വിളിക്കാം? മോളൊന്ന് പറഞ്ഞു നോക്കി, അതിനകത്ത് നോക്കിയിട്ട്. നീളം കൂടുകയോ കുറയോ ചെയ്യാനുള്ള സ്ട്രെസ്സിനെ ലീനിയർ സ്ട്രെസ് എന്നോ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് എന്നോ വിളിച്ചു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന സ്ട്രെയിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഒരു പേര് പറഞ്ഞേ വെറുതെ. കേൾക്കണല്ലോ? പറഞ്ഞേ അഞ്ജന, പറഞ്ഞേ എന്ത് പേരിട്ട് വിളിക്കേ? ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്ട്രെസ്സിന് എന്ത് പേരിട്ടാ വിളിച്ചേ? അറിയില്ല എന്നുള്ള എനിക്കറിയാനേ, ഞാൻ അതുകൊണ്ടല്ലേ ചോദിക്കണേ. നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള എനിക്കറിയാം. സ്ട്രെസ്സിന് എന്ത് പേരിട്ടാ വിളിച്ചേ? എവിടെ അഞ്ജന? സ്ട്രെസ്സിനെ എന്ത് പേരിട്ടാ വിളിച്ചേ? ലെങ്ത് മാറുന്ന സ്ട്രെസ്സിന് എന്ത് പേരിട്ടാ വിളിച്ചേ? സർ ഞാനത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തേ. അതാ ഞാൻ പറഞ്ഞത്. എവിടെയോ കട്ടായി. ഞാൻ പേരെടുത്ത് പിടുത്താൻ വിളിക്കാൻ കാരണം ക്യാമറ ഓഫ് ചെയ്യുന്നു, അവിടെ തട്ടാണ്, ഇവിടെ തട്ട, എവിടെയോ പ്രശ്നമുണ്ടെന്നാ. അതങ്ങനെ എന്റെ ക്ലാസ്സിന് ഗുണമില്ല കേട്ടോ. പറഞ്ഞ അബിയാസിഫ് പറഞ്ഞേ. ചിലപ്പോൾ ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ നിൽക്കട്ടെ. ലൈവാന്നുള്ളതാണ്. ഒന്ന് പേര് അബിയാസിഫെ. എങ്ങനെ? പറഞ്ഞേ, ലൈവ് പറഞ്ഞോ. സ്ട്രെയിൻ എന്ത് പേരിട്ട് വിളിക്കാന്ന്? ഇപ്പൊ ഉണ്ടാവുന്ന സ്ട്രെയിനിന് എന്ത് പേരിട്ട് വിളിക്കാം? ലെങ്ത് മാറുന്ന സ്ട്രെയിനിന് എന്ത് പേരിട്ട് വിളിക്കാം? അറിയാവുന്നൊരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളൂ. അറിയാവുന്നൊരു ഹാൻഡ് റൈസ് ചെയ്യണം. എനിക്ക് ഒരാളോട് ചോദിച്ചാലും ഞാൻ പറയാം സാറേ, ഞാൻ റോസ്മരി എന്ന് പറഞ്ഞേ. അബിയെ കുറിച്ചൊരു ലൈവ് ആവണം, എന്റെ ഒപ്പം പോകണം. ഞാൻ അതിനുവേണ്ടി ചോദ്യം ചോദിക്കുന്ന ഇടക്ക് പറഞ്ഞ ചുമ്മാ ഒന്ന് പറയാം റോസ്മരി. ശരി, ഇവിടെ പറഞ്ഞത് എങ്ങനെ? അങ്ങനെ പറയാലോ. അതിന് ഞാൻ പറയാം ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാം. ഒരു പ്രശ്നമില്ല, കറക്റ്റ് വാക്കാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുകൊണ്ടല്ലേ ഞാൻ ഈ ചോദിക്കണേ. അപ്പൊ നിങ്ങൾ ലൈവ് അല്ലാത്തോണ്ടാവോ എന്തെങ്കിലും പറയാൻ തന്നെ പറ്റില്ലാത്തത്? ഞാൻ പറഞ്ഞ പൊട്ടത്തിന് ലൈവ് ആയവരെ എന്തെങ്കിലും പറയും. ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കാലോ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വിളിക്കാലോ. രണ്ടുപേരും കറക്റ്റാണ്, 2 വാക്കും കറക്റ്റാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഓർ ലീനിയർ സ്ട്രെയിൻ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം എന്തായിരിക്കും എന്റെ ഫോർമുല? എന്റെ ക്ലാസ്സിൽ ഇത്ര നേരം കേട്ടവർ പറയും, എന്തെങ്കിലും പറയും. ഹൗ വി ക്യാൻ ഫൈൻഡ് ലീനിയർ സ്ട്രെയിൻ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ? വാട്ട് ഈസ് ദ ഫോർമുല? പറയാന്ന് പറഞ്ഞു. റസ്മിനെ ചായ കുടിക്കണം.
ആയ വിളിക്കുന്ന അതിന്റെ അർത്ഥം നീ ഉറക്കം കൊണ്ട് വാ വിളിക്കേണ്ടെന്ന് കേട്ടോ. ആനന്ദ് PM ഒക്കെ എന്ത് ചെയ്യാ? ആൾക്കാരെ കാണില്ല, കൈയൊന്നും പൊക്കി കാണില്ലയോ? ഇത് നീ ബാക്കിലേക്ക് പോയ അവസ്ഥയാവരുത്. ആനന്ദ് PM കൈ പൊക്കണം, ബാക്കിൽ പോരുത്. ഐഷ പറഞ്ഞ ഐഷ, വാട്ട് മേ ബി ദ ഫോർമുല ഇസ് യുവർ സജഷൻ. എൽ മോൾ ഉദ്ദേശിക്കുമ്പോൾ മോളത്തെ എല്ലാം എന്താണ്, താഴത്തെ എല്ലാം എന്താണ്? പറ. മോളിത്തത് ലെങ്ത്, ചേഞ്ച് ലെങ്ത്. ബ്രില്യന്റ് കേട്ടോളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. തൊട്ട് മുമ്പത്തെ സ്ട്രെയിന്റെ ഫോർമുല നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. See, one of you are telling the same equation, right? Change in dimension by original dimension. അപ്പൊ ചേഞ്ച് ഇൻ ഇവിടെ ആരാണ്? ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ദാറ്റ് ഈസ് എ ഫോർമുല. ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിന്റെ ഫോർമുല ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്തിന് എന്ത് ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം? ആരാ പറയണേ? ചേഞ്ചിന് എന്ത് ലെറ്റർ ആണ് നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്നത്? ആരാ പറയണേ? പറ. ഭീമാ കെ ബഷീർ പറ. കുറെ പേര് റെഡി ആയിട്ടുണ്ട്. പറ. ബ്രില്യന്റ് കണക്ഷൻ എന്നാ ഞാൻ പറയുന്നതിന് ബ്രില്യൻസ് എന്ന് പറയുന്നത്. പഴയ സാധനം കണക്ട് ചെയ്യുന്നതിന് ഞാൻ ബ്രില്യൻസ് എന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് പറയും. ഡെൽറ്റ L/L. ദാറ്റ് ഈസ് ദ ഫോർമുല. ഡെൽറ്റ ഇൻ ഫിസിക്സ് ടെൽസ് ഓർ മാത്തമാറ്റിക്സ് ഇറ്റ് ടെൽസ് ദാറ്റ് ചേഞ്ച്. ഈ ഡെൽറ്റ ഉണ്ട്, ചെറിയ ഡെൽറ്റ. ഇത് ചെറിയ ഡെൽറ്റ, ഇത് ക്യാപിറ്റൽ ഡെൽറ്റ. ചിലത് ഇങ്ങനെ ഇത് ഉപയോഗിക്കും, ഇത് ഉപയോഗിക്കും. 2, 3 ഉപയോഗിക്കാം. ഒരു പ്രശ്നമില്ല ഫിസിക്സിൽ. ചെറിയ ഡെൽറ്റ ഇത്, സ്മോൾ ലെറ്റർ ഡെൽറ്റ, ഗ്രീക്ക് ആണ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഡെൽറ്റ. ഇത് D എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സ്മോൾ ലെറ്റർ D. ഇത് 3 ഉപയോഗിച്ചാൽ ഇത് ചേഞ്ച് എന്നാണ്. അപ്പൊ ഡെൽറ്റ L/L. ദാറ്റ് ഈസ് ഫോർമുല. പറഞ്ഞോ? പ്രശ്നമുള്ളവർ പറഞ്ഞോ. ക്ലാരിറ്റി ഇല്ലാത്തവർ ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവും. അത് ക്ലാരിറ്റി ഇല്ലാത്തവർ പറഞ്ഞോ. അനീസ ഓക്കെ ആണോ? ഡൗട്ട് ക്ലാസ് കഴിഞ്ഞ് ചോദിക്കാൻ നിൽക്കണ്ടോ അനീസ? ഇപ്പൊ ചോദിച്ചോ? പ്രശ്നമുണ്ടോ? കേട്ടല്ലോ. ക്ലിയർ ആണ്. ശരി, അടുത്ത് നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് ഞാൻ പറയാം. ഇതൊന്നും പഠിക്കാല്ല, നിസ്സാര സംഭവമാണ്. നമ്മൾ കണക്ട് ചെയ്യാവുള്ളൂ, കാണാതെ പഠിക്കരുത്. രണ്ടാമത്തെ ഞാൻ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ വോളിയം ചേഞ്ച് ആണ്. വോളിയം ചേഞ്ച് നിങ്ങളൊന്ന് പറ. വോളിയം ചേഞ്ച് ആണ്, നിങ്ങൾക്ക് പറയാവുന്ന സാധനമാണ്. എന്ത് സ്ട്രെസ് എന്ന് അതിനെ വിളിക്കാം? ചുമ്മാ പേര് പറഞ്ഞു, വെറുതെ പറഞ്ഞു നോക്ക്. മറിയ രാജു വെറുതെ പറഞ്ഞു. ശരിയൊന്നും വേണ്ട. വോളിയോമെട്രിക് സ്ട്രെസ് ആണ്. അങ്ങനെ പറയാം. നമ്മൾ വോളിയോമെട്രിക് സ്ട്രെസ് എന്ന് പറയാം. ഒരു പ്രശ്നമില്ല. വോളിയോമെട്രിക് എന്നാണ് ആ വാക്ക്. വോളിയോമെട്രിക് എന്ന് പറയാം. ഇതിലും നല്ലൊരു വാക്കുണ്ട്, നിങ്ങൾ പറഞ്ഞ തെറ്റല്ല, നല്ല വാക്ക് ഞാൻ പറയും. ഹൈഡ്രോളിക് സ്ട്രെസ് എന്നാണ് നല്ല വാക്ക് പറയുന്നത്. ഇതിന് പ്രാധാന്യം കൊടുക്കുക. വോളിയോമെട്രിക് വേറെ സ്ഥലത്ത് ഞാൻ ഉപയോഗിച്ച് കാണിച്ചു തരാം. ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയാം. അതിന്റെ എന്താ കാരണം അറിയോ? ആർക്കെങ്കിലും പറയാം? ഹൈഡ്രോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഹൈഡ്രോളിക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആർക്കെങ്കിലും പറയാമോ? ഫിസിക്സിലെ ഹൈഡ്രോളിക് എന്ന് ഉദ്ദേശിക്കുന്ന ആർക്കെങ്കിലും പറയാമോ? എവിടെയും കേട്ടോ? ഒന്ന് പറഞ്ഞ ആനന്ദ് PM പറഞ്ഞേ, എവിടെ കേട്ടാണ് ഹൈഡ്രോളിക്? അറിയത്തില്ല. പറഞ്ഞ ആനന്ദ് രാജേഷ് കേട്ടില്ല. പറഞ്ഞേ മോനെ. ഹൈഡ്രോളിക് മെഷീൻസ് കറക്റ്റ് ആണ്. ഹൈഡ്രോളിക് മെഷീൻസ് എന്താ? ഈ ഹൈഡ്രോളിക് മെഷീൻസിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞ. ഈ വാക്ക് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ള. അനന്തു എളുപ്പമായിട്ട് വർക്ക് ചെയ്യും. വേറെ കുറച്ചുകൂടെ ആർക്കെങ്കിലും ക്ലാരിറ്റി തരാമോ? ആരെങ്കിലും ഉണ്ടോ ക്ലാരിറ്റി തരാൻ? കുറച്ചുകൂടെ ഹൈഡ്രോളിക് പറഞ്ഞ ആസിഫ് ഇർഫാൻ. വെള്ളവുമായി ബന്ധമുണ്ട്. അബ്സല്യൂട്ട്ലി. വേറെ ഇത്രയുടെ ക്ലാരിറ്റി ആർക്കെങ്കിലും തരാമോ? ഇത്രയുടെ ക്ലാരിറ്റി വെള്ളവുമായി ബന്ധമുണ്ടെന്ന് അവൻ പറഞ്ഞേ. ഇത്രയുടെ ക്ലാരിറ്റി ആർക്ക് തരാം? ദേവിക. സാർ അത് ഒരു പ്രഷർ കുറഞ്ഞ ഏരിയയിൽ എന്തോ കൊടുക്കുമ്പോ ശരി. മനസ്സിലായി. വേറെ എന്തെങ്കിലും പറയണ്ടാവും? അൽവാൻ. വെള്ളം കൊടുത്ത് കറണ്ട് ഉണ്ടാക്കാൻ. അതെ. ഹൈഡ്രോളിക് ജനറേറ്റർ എന്ന് ഉദ്ദേശിച്ചു. ഞാൻ പറഞ്ഞു ഹൈഡ്രോളിക് എന്ന് ഉദ്ദേശിച്ച ഹൈഡ്രോ എന്ന് പറഞ്ഞ വെള്ളമാണ്. ഹൈഡ്രോ അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അൽവാൻ കണക്ട് ചെയ്ത്.
ഹൈഡ്രോളിക് എന്നുള്ള വാക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് പ്യുവർ വാട്ടർ മാത്രമല്ല. ഫോർ എക്സാമ്പിൾ ആണ്, എല്ലാ ലിക്വിഡ് ഉപയോഗിച്ചും ഹൈഡ്രോളിക് മെഷീൻ ഒക്കെ ഉപയോഗിക്കുന്നു. ഹൈഡ്രോളിക് ജാക്കി, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ലിക്വിഡ് ഉപയോഗിച്ചുള്ള ആൾക്കാണ് ഈ ഹൈഡ്രോളിക്. അതിനൊരു എക്സാമ്പിൾ ആണ് വെള്ളം. ഹൈഡ്രോളിക് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കണക്റ്റഡ് ടു എ ലിക്വിഡ്. വെള്ളം ഹൈഡ്രോ എന്ന് കേട്ടാ വെള്ളം. ഇത് ഫിസിക്സിൽ ആവശ്യമുള്ള സാധനം. അപ്പൊ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വെള്ളത്തിൽ ലിക്വിഡിൽ മുക്കി വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഒരു ലിക്വിഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു സാധനത്തിൽ മുക്കി, ഒരു ബലൂണിനെ മുക്കി, എന്താ സംഭവിക്കാൻ പോണെ ഒന്ന് പറഞ്ഞു. എന്ത് സംഭവിക്കും? നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ, നിങ്ങൾ എല്ലാവരും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിക്കിടക്കുമ്പോൾ, പുഴയുടെ നമ്മൾ അടിയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഒന്ന് പറഞ്ഞ്, ആരെങ്കിലും ഒന്ന് പറഞ്ഞ് എന്താ സംഭവിക്കുന്നത്? ഫർസീൻ അബ്ദുൽ സമദ്, യൂഗോളി പറഞ്ഞ ഫർസീനെ എന്ത് സംഭവിക്കും? മേളിലേക്ക് ഒരു പ്രഷർ ഉണ്ടാവും. അതുണ്ടാവും, അബ്സല്യൂട്ട്ലി. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പറയും. മേളിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. വേറൊരു സാധനം പറയാമോ? ഞാൻ പറയാം. പിള്ളേർക്ക് അങ്ങനെ കൂടുതൽ പറയും, മേളിലേക്ക് ഉണ്ടാവും. ശരിയാ, പറയടാ. കേട്ടില്ല? 7 മണി വരെ ഇല്ല, 7:30 വരെ അല്ലേ? ഗൗരിയെ എത്ര മണി വരെ പറഞ്ഞ? ഗൗരി എന്തിനാ ക്ലാസ്? 7 വരെയാണല്ലോ. ദുൽഫുഖറെ മെസ്സേജിൽ എഴുതാണോ? അയ്യോ, അതെനിക്കറിയില്ല മോനെ. എന്നോട് പറഞ്ഞിരിക്കുന്നത് 7:30 വരെ എന്നാണല്ലോ. 1.5 മണിക്കൂർ കിട്ടണമല്ലോ. അത് ഞാൻ ചോദിക്കാം ഓഫീസിൽ എന്താ പറ്റിയെന്ന് കേട്ടോ. അപ്പൊ നിനക്ക് പോകാനുള്ള റെഡി ആവാനുള്ളൊക്കെ ചെയ്യാണ്ടാവും. സ്കൂളിൽ പോകാൻ അല്ലേ? കുഴപ്പമില്ല. I arrange ചെയ്തോളൂ. ശരി, ഞാൻ പറയാം. അപ്പൊ കേട്ടോ. അപ്പൊ ഇതിനകത്ത് എന്താ അറിയോ, നമ്മളൊരു ബലൂൺ നമ്മൾ മുക്കുമ്പോണ്ടല്ലോ, ഇതുണ്ടോ ഒരു വെള്ളം ഇങ്ങനെ വെച്ചത് നോക്കി. ഈ വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ മുക്കിക്കഴിയുമ്പോൾ വെള്ളം ഒന്ന് മുട്ടിക്കും. എന്തൊരു സാധനം നമ്മളിങ്ങനെ മുക്കിക്കഴിയുമ്പോൾ അടിയിലേക്ക് അവൻ പറഞ്ഞാല് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് വരും, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് വരും, ഇവിടുന്ന് ചുറ്റിനും ഫോഴ്സ് വരും. അപ്പൊ ഈ ബലൂൺ എന്ത് ചെയ്യുന്നറിയോ? ബലൂണാണെങ്കിൽ ബലൂൺ നമ്മുടെ ചുങ്ങെന്ന് വെച്ചാൽ അത് കുറഞ്ഞു പോകും. നമ്മുടെ ശരീരത്തിന്റെ സംഭവിക്കുന്നില്ല. നിങ്ങൾക്കത്ര പരിചയമുള്ളതെന്ന് എനിക്കറിയില്ല. പുഴയുടെ അടിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ ഒരു പ്രഷർ ആക്ട് ചെയ്യും, ചുറ്റിന്നും നമ്മളെ ഞെക്കും. അപ്പൊ നമ്മുടെ എന്താ കുറയണേ? വോളിയം കുറഞ്ഞു. വോളിയം നമ്മൾ കുറയില്ല, നമുക്കത് ഇതുള്ളതുകൊണ്ട് ബലൂണിക്കാണെങ്കിൽ ഞങ്ങൾ ചുങ്ങും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പേരിട്ട് വിളിക്കുന്നത്? ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ചുറ്റിന്നും എന്ത് ആക്ട് ചെയ്യും? ഒരു ലിക്വിഡിലെ പ്രഷർ ഫുൾ ആക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ സ്ട്രെസ് ആണ് ഹൈഡ്രോളിക് സ്ട്രെസ്. വോളിയത്തിൽ എന്ത് സംഭവിക്കും? ചേഞ്ച് സംഭവിക്കും. വോളിയം എപ്പോഴും കുറയാനാണ് ശ്രമിക്കുന്നത്. കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് ഹൈഡ്രോളിക് സ്ട്രെസ്. ഓക്കെ, അപ്പൊ വോളിയത്തിന് ചേഞ്ച് സംഭവിക്കും. അപ്പൊ എന്ത് സ്ട്രെയിൻ അതിനെ പേരിട്ട് വിളിക്കാം? ഒന്ന് പറഞ്ഞ ഇന്ത്യൻ ബേബി, എന്ത് സ്ട്രെയിൻ എന്ന് പേര് വിളിക്കാം? പെട്ടെന്ന് പറ. ഹൈഡ്രോളിക് സ്ട്രെയിൻ എന്ന് വിളിക്കാം. ഇല്ലെങ്കിൽ മരിയ രാജീവ് പറഞ്ഞ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് വിളിക്കാം. നല്ല വാക്ക് വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. നല്ല വാക്ക് വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. അങ്ങനെ നീ ഇതിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞു, നീ ഈ ടെക്കി ആയതുകൊണ്ട് നിനക്ക് കുറെ സാധനങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കളിക്കാനും കുറെ പരിപാടിക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ നിന്റെ പാരന്റിനെ എനിക്കൊന്ന് കാണണം. കഴിഞ്ഞ വൈവീക്കിൽ നടന്നപ്പോഴും നീ ഇങ്ങനെ കളികളെയും തമാശയും ടെക്നോളജി ഉപയോഗിച്ച് പല പരിപാടികൾ പരീക്ഷ നടത്തിട്ടേ വേറെ പ്രശ്നമൊന്നുമില്ല. നീ ആള് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എനിക്കൊന്ന് കാണട്ടോ, നിന്നെ പാരന്റിനെ കാണാൻ. ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കും. അപ്പൊ ഒന്ന് വന്നൊന്ന് സംസാരിക്കണേ. ഈ പിള്ളേരിങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടറും മൊബൈലും എല്ലാം കൂടെ വെച്ചിട്ടേ. അപ്പൊ ഞാൻ പറയുന്നത് എന്ത് ചെയ്യാ, എപ്പോഴും നിന്നെ മാത്രം വിളിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരൊറ്റ ക്ലാസ് മാത്രമാണ് എന്നെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും എനിക്കൊന്ന് സൂചിപ്പിക്കാണ്ട്. അപ്പൊ നീയും പാരന്റും കൂടി ഒന്ന് വരണം. ഞാൻ സംസാരിച്ചു വെച്ചേക്കാട്ടോ. ഞാൻ വെറുതെ പൈസ വാങ്ങിച്ചെടുക്കണ അവസ്ഥ ഉണ്ടാവരുതല്ലോ എന്ന് ഓർത്താ കേട്ടെ. അപ്പൊ നോക്കിയാ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നാണ് ഇവന്റെ പേര്. ഹൈഡ്രോളിക്കിനേക്കാൾ നല്ല വാക്ക് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോമുല എന്ത് വരും ഒന്ന് പറഞ്ഞേ? ഫോമുല എന്ത് വരും? ആരോൺ എന്ന് പറഞ്ഞേ. ഫോമുല എന്ത് വരും? ആരോൺ, ഫോമുല എന്ത് വരും? പറ. അതാണ് പ്രശ്നം. കണ്ടോ, ഇതാണ് അതിന്റെ പ്രൂഫ്. കൃഷ്ണ എന്ന് പറഞ്ഞേ എന്ത് വരും ഫോമുല? അങ്ങോട്ട് വേണ്ട, ഞാൻ ചോദിച്ചത് സ്ട്രെയിന്റെ ഫോമുല എന്ന് പറഞ്ഞേ. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ത് വരും? തൊട്ട് മുമ്പ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിന്റെ ക്ലാസ്സിൽ നീ ഇരുന്നതാണ്. അതുകൊണ്ട് നീ പറയണം എന്നാണ് അതിന്റെ റൂള്, ബൈ റൂൾ.
ആ അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കൃത്യം മനസ്സിലാവുന്ന തൊട്ട് മുമ്പത്തെ സാധനത്തിൽ നിന്ന് കണക്ട് ചെയ്യാവുന്നതാണത്. അത് തൊട്ട് മുമ്പത്തെ സാധനം ഒന്നല്ലേ മനസ്സിലായിട്ടില്ല, അതിൽ ശ്രദ്ധിച്ചിട്ടില്ല, വേറെ പണിയിലായിരുന്നു. അപ്പൊ ഡെൽറ്റ വി ബൈ വി എന്ന് വരും, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇത്രയുള്ളൂ സാധനം. പ്രശ്നമുള്ളവർ പറ, അപ്പൊ അങ്ങനെ പഠിക്കാവൂ, ഇങ്ങനെ പഠിക്കാവൂ, ഡീറ്റെയിൽഡ് എഴുതിയാ പഠിക്കാവൂ. കാണാതെ പഠിക്കാനാണെങ്കിൽ ഇത്ര നേരം എനിക്ക് വേണ്ട, 10 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാവുന്ന സാധനം എനിക്ക് തോന്നുന്നു. മൂന്നാമത്താണ് നമുക്ക് ഒട്ടും പരിചയമില്ലാത്തത്. അപ്പൊ വോളിയം ചേഞ്ച് ചെയ്യണ പഠിച്ചു, ലീനിയർ പഠിച്ചു. മൂന്നാമത് ഞാനൊരു പുതിയ വാക്ക് വിളിക്കാം, ഷേപ്പ് മാറുന്നതാണ്. ഷേപ്പ് ചേഞ്ച് ആവണയാണ് പറഞ്ഞോ. സാർ ഈ വോളിയം ഡൈമെൻഷൻ അത് ലെങ്ത് അല്ലേ പറയണ്ടേ? അപ്പൊ വോളിയം പറയുമ്പോൾ ലെങ്ത് അല്ലേ അല്ലേ? ശരിക്കും പറഞ്ഞുതരാം. വോളിയം പറയുമ്പോൾ ലെങ്ത് പറയാൻ പറ്റില്ല പോലെ രണ്ട് ടൈപ്പാണ്. വോളിയത്തിന്റെ ഡയമെൻഷൻ വരുമ്പോ L ക്യൂബ് എന്ന് പോകും. ഓർക്കില്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വരുമ്പോ L ക്യൂബിലേക്ക് പോകും. ഇത് ലെങ്ത് ആണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. രണ്ട് ഡയമെൻഷൻ എല്ലാണെങ്കിലാണ് ആ ലെങ്ത് വരുള്ളൂ. ഏരിയ L സ്ക്വയർ ആണ്, അത് മനസ്സിലാക്കാം. അപ്പൊ സാറ് ഇതാണല്ലോ അൽബാന്റെ ചോദ്യം അറിയോ, സാറ് നേരത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഡയമെൻഷൻ ഒരേപോലെയാണെന്ന് പറഞ്ഞത്. ഇപ്പൊ വോളിയം ലെങ്ത്തിന്റെ ഡയമെൻഷൻ L ആണ്, ബ്രെഡ്ത്തിന്റെ ഡയമെൻഷൻ L ആണ്, ഹൈറ്റിന്റെ ഡയമെൻഷൻ L ആണ്. ഏതാ? ചാപ്റ്റർ നമ്പർ 2 ഡയമെൻഷൻ ഞാനിപ്പോ. അപ്പൊ ലെങ്ത് ഏത് ടൈപ്പ് ആളാണ്? നീളം പോലത്തെ ആളാണ്. ബ്രെഡ്ത്ത് ഏത് പോലത്തെ ആളാണ്? നീളം പോലത്തെ ആളാണ് അളക്കുന്നത്. ഹൈറ്റ് ആരെ പോലെ അളക്കണേ? നീളം പോലെ അളക്കണേ. എന്നാൽ ഏരിയയോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഏരിയ നീളം പോലെയാണോ അളക്കണേ? അല്ല, കാരണം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താ. അപ്പൊ L സ്ക്വയർ ആവും. വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് L ക്യൂബാ. അപ്പൊ വോളിയം നീളം പോലെയാണോ അളക്കണേ? അല്ല. ഇത് സബ്ജക്റ്റാ, ഇത് ഞാൻ പറഞ്ഞ സബ്ജക്റ്റാ, ക്വസ്റ്റ്യൻ ആൻസർ അല്ല. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ റൈറ്റ്. അത് ആവശ്യമുള്ള കഥ എഴുതണം. ഇപ്പോഴല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അത് ആ സംശയം വരുമ്പോഴേ ചോദിക്കാൻ പറ്റും. ഓക്കെ, ഷേപ്പാണ് അടുത്തത്. അതിനേക്കാൾ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബുക്ക്, നമ്മുടെ ഇത്തിരി കട്ടിയുള്ളൊരു ബുക്ക് എടുത്ത്, ഇത്തിരിയുള്ള കട്ടിയുള്ളൊരു ബുക്ക് എടുത്ത് പിള്ളേർ ഇങ്ങനെ കൈ പിടിച്ച്, ക്യാമറ കാണാൻ പറ്റുന്ന കൈ പിടിച്ച് ഇങ്ങനെ പിടിച്ച്, ഇത്തിരി കട്ടിയുള്ള ബുക്ക്, ഉള്ളതിൽ ഇത്തിരി കട്ടിയുള്ള ബുക്ക്. ക്യാമറ ഇങ്ങനെ പിടിക്കുക, എല്ലാവരും പിടിക്കും. എന്നിട്ട് ഈ മേളില് കുറച്ച് സ്ഥലത്ത് മാത്രം ഒരു ഫോഴ്സ് അവിടെ കൊടുത്ത്, അപ്പൊ ഈ ബുക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെരിയും. ഇങ്ങനെ അടി അവിടെ നിന്നുകൊണ്ട് ബുക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെരിയും. ഇങ്ങനെ ചെരിയും. ഫുള്ള് മടക്കി അവിടെ പോകേണ്ട ഒരു ഇത്തിരി ഇങ്ങനെ ചെരിയട്ടെ, ചെരിഞ്ഞു വരും. റൈറ്റ്. മേൾഭാഗത്തെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ കൊടുക്കരുത്. ഈ മേളില് മാത്രം ഈ പേപ്പർ ഈ ഭാഗത്ത് കൊടുത്താലും കുഴപ്പമില്ല, ഈ ഭാഗത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെരിയണം. കാരണം അടിഭാഗം അവിടെ നിൽക്കും. എന്നിട്ട് ബുക്ക് ഇങ്ങനെ ലെയറുകൾ ഇങ്ങനെ ചെരിഞ്ഞു പോകും. കാണട്ടെ ചെയ്ത് കാണട്ടെ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏഞ്ചിലേ നോക്കിയോ ഏഞ്ചിൽ വരിക. ഞാൻ ചെയ്യുന്നത് ശരിയാണ്. സൗണ്ട് ഓൺ ആക്കിയ മോള്, സൗണ്ട് ഓൺ ആക്കി. നോക്കിയതേ, നമ്മളിങ്ങനെ പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ബുക്ക് ഇങ്ങനെ മേളിൽ മാത്രം ചെരിയും. അടി അവിടെ തന്നെ നിൽക്കും. മേളില് ബുക്കിന്റെ ആ പേപ്പറുകൾ ഇങ്ങനെ ചെരിയുമ്പോൾ തോന്നുന്നുണ്ടോ? ഇങ്ങനെ ചെരിഞ്ഞു വന്ന് ഇങ്ങനെ കാണണ്ട, ഇങ്ങനെ ചെരിയാണ്. അതുകൊണ്ട് അപ്പൊ ചെരിഞ്ഞാണ്. എന്റെ ബുക്ക് ഇങ്ങനെയായിരുന്നു ബുക്ക്. നോക്കി, ബുക്കിന്റെ അടിഭാഗം അവിടെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ മേളിൽ ഇങ്ങനെ ചെരിച്ച് കണ്ടാണ് ചെരിഞ്ഞാണ്. ഇങ്ങനെ ചെരിഞ്ഞാ ഏഞ്ചില്ലേ? ചെരിഞ്ഞാ? ഓക്കെ. റെയ്മൽ ഓക്കെയാണോ? റെയ്മൽ നോട്ടെ. ശരി. ആർക്കെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ. ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ. മുഹമ്മദ് അഫ്സറെ, ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് ശരിയായോ അഫ്സറെ? കാണിച്ചേ, നീ ഒന്ന് കാണിച്ചേ, ക്യാമറയിൽ കാണിച്ചേ. സൗണ്ട് ഓഫ് ആക്കണ്ട, സൗണ്ട് ഓൺ ആക്കിയത്. കാണിച്ചേ, നീ കാണിച്ചു നോട്ടെ. ചിരിച്ചടാ, കാണുമല്ലോ ഞാൻ. ചെരിഞ്ഞോ? ശരി, നോക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്ത പരിപാടി എന്താണെന്നറിയോ? അത് ക്ലിയർ അല്ലേ? ചിലപ്പോ ചെയ്ത് നോക്കിയിട്ട് എനിക്കും കിട്ടില്ല, ഈ പുള്ളിക്ക് ഭ്രാന്ത, എനിക്കും കിട്ടില്ല എന്ന് പറയുവേ. മനസ്സിൽ പറയും,
കേട്ടോ. ഇതാണ് സംഭവം. അടിഭാഗം ഇങ്ങനെ നിൽക്കും, നോക്കിട്ടോ, അടിഭാഗം ഇങ്ങനെ നിൽക്കും. നമുക്കൊരു സിലിണ്ടർ പോലെ, ഇപ്പൊ ബുക്കോ എന്തെങ്കിലും ഞാനിപ്പോ ഒരു സിലിണ്ടർ പോലെ എടുത്തേക്കാം. ഇങ്ങനെ നിർത്തിയിട്ട് ഇവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ തള്ളുകയാണ്. തള്ളുമ്പോൾ ചെരിഞ്ഞിട്ട് ഈ അടിഭാഗം ഇവിടെ തന്നെ നിൽക്കും. എന്നിട്ട് അവനിങ്ങനെ ചെരിഞ്ഞ് അതിന്റെ മോൾ ഭാഗം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെരിഞ്ഞു. ഇപ്പൊ ഇതിനൊരു ഷേപ്പ് മാറിയില്ലേ? ഷേപ്പ് മാറി. ചേഞ്ച് ഇൻ സൈസ് ഓർ ഷേപ്പ്, that is called stress, right? Change in shape or size. സൈസ് മാറണയാണ് ആദ്യത്തെ രണ്ടെണ്ണം. ഇത് ഷേപ്പ് മാറണയാണ്. കണ്ടാ? അപ്പൊ ഇതിനൊരു നീളമുണ്ട് L, ഇതിനൊരു നീളം L. ഓക്കെ, ഇവ മാറിയത് ഇവിടെ നിന്ന ആള് കണ്ടാ, നോക്കട്ടാ, ഇവിടെ നിന്ന ഈ എൻഡ് ഇങ്ങോട്ട് മാറി. അപ്പൊ എത്ര മാറി? ഇത്ര മാറി. അത്ര മാറിയതിനെ നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് കൊടുത്തു കൂട്ടിക്കോ. ഇത് ഇച്ചിരി ഡിഫറെന്റ് കേസ് ആട്ടോ. ഈ നീളത്തിന് L എന്ന് കൊടുത്തു കൂട്ടിക്കോ. അപ്പൊ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, അതിന്റെ മേളിലാണ് കൊടുത്തത്. അടി അവിടെ നിന്ന് അതിന്റെ ഷേപ്പ് ഇങ്ങനെ മാറി, ഡെൽറ്റ എക്സ് നീളം മാറി. അതിന്റെ മൊത്തത്തിലെ പൊക്കം എന്ന് പറയുന്നത് L ആണ്. പൊക്കം അങ്ങനെ തന്നെ എഴുതണം, ഹൈറ്റ്. മാറിയത് ഡെൽറ്റ എക്സ്. എങ്കിൽ നമ്മൾ പറയും ഇവിടെ ഉണ്ടായ സ്ട്രെസ്സിന്റെ പേരാണ്, ഇങ്ങനെ ഉണ്ടായ സ്ട്രെസ്സിന്റെ പേരാണ്, അത് പുതിയ സ്ട്രെസ് ആണ്, ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയും. ഷിയറിംഗ് സ്ട്രെസ്. ഷേപ്പ് മാറുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സിന്റെ പേരാണ് ഷിയറിംഗ് സ്ട്രെസ്. അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രെയിന്റെ പേരാണ് ഷിയറിംഗ് സ്ട്രെയിൻ. ഇതിന്റെ ഫോർമുലയുടെ പ്രത്യേകത സാധാ ഫോർമുല അല്ല. പണ്ടത്തെ പോലെ ഡെൽറ്റ എൽ ബൈ എല്ലോ ഡെൽറ്റ വി ബൈ വി പറയാൻ പറ്റില്ല. ഇവന്റെ ഫോർമുല ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. അതിന് കാരണം നമ്മൾ പഠിക്കില്ല, തൽക്കാലം ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ. എങ്ങനെയാ വന്നതെന്ന് നമ്മൾ പഠിക്കുന്നത് ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. ഷിയറിംഗ് സ്ട്രെയിൻ, അതിന്റെ നീളം ബൈ ഹൈറ്റ്. ഷേപ്പ് മാറുന്നതുകൊണ്ട് പഴയ ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല, അത് വേറെ പോലത്തെ ഫോർമുല ഉപയോഗിക്കുന്നത്. ഫോർമുല മാത്രം നടന്നിരിക്കുന്നത്. ഇത്തിരിയുടെ ഡീപ്പായി പോണ പിള്ളേർക്ക്, ഇത്തിരിയുടെ ഡീപ്പായി കോമ്പറ്റേറ്റീവ് എക്സാമിന് പോണ പിള്ളേർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. സ്കൂൾ എക്സാം അല്ല, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും തീറ്റ. അപ്പൊ ഇതൊരു ട്രിഗണോമെട്രി പോലെ ആക്ട് ചെയ്യും. എല്ലാവരും മനസ്സിലാക്കുന്ന ഞാൻ നിർബന്ധം പറയില്ല. ഒരു ട്രയാംഗിൾ പോലെ ആക്ട് ചെയ്യും. അങ്ങനെ തീറ്റ ഡെൽറ്റ എക്സ് ബൈ ടാൻ തീറ്റ എടുക്കും. ഇതിന്റെ ടാൻ തീറ്റ എടുത്താൽ മതി. ചെറിയ ചേഞ്ച് ആണെങ്കിൽ തീറ്റ എടുത്താലും മതി. അപ്പൊ അങ്ങനെയുള്ള ചിലപ്പോൾ സ്ഥലം വരാറുണ്ട്. ഈ തീറ്റ എടുത്താലും നമുക്ക് ഷിയറിംഗ് സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് പോണവർക്ക് മതി. നമുക്കത് ശല്യമില്ല, സാധാരണ ശല്യമൊന്നുമില്ല. കേട്ടിരുന്നു മറ്റേ ഫോമിൽ പഠിച്ച തീറ്റയിലേക്ക് പോകണം നിർബന്ധമില്ല. അവിടെ പോകുമ്പോ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത്. അപ്പൊ സ്ട്രെസ്സും സ്ട്രെയിനും പല ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ തന്നെ പഠിച്ചിട്ടുണ്ടാവണം. ഇനി ഒന്ന് വീട്ടിൽ പോയി സമയം പോലെ ഒന്ന് എഴുതി നോക്കുക. കുറച്ച് സമയം മതി, കാരണം അത്ര സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എഴുതി നോക്കുക. 10 മിനിറ്റ് കൂടി ചെയ്യും. ചിലർക്ക് അരമണിക്കൂർ. ഡിപ്പെൻസ് ഓൺ ദി ഇൻഡിവിജ്വൽ, ഇറ്റ് വേരീസ്. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കും. ഡിപ്പെൻസ് ഓൺ എല്ലാം എഴുതി വെക്കും, മനസ്സിലാക്കി ഉറപ്പിക്കുക. പറഞ്ഞു ഫോർമുല ഇത് ഡെൽറ്റ എക്സ് ബൈ എൽ. മോളിൽ മാറിയില്ലേ മോനെ, ഈ എത്ര മാറിയോ അതിന് ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു. എവിടുന്ന് എത്ര നീങ്ങി, നിങ്ങളുടെ ബുക്ക് ഇത്തിരി നീങ്ങിയില്ലേ, നേരെ നിന്നോട്ട് ഇത്തിരി നീങ്ങിയില്ലേ, ആ മേളിൽ എത്ര നീങ്ങി, അതാണ് ഡെൽറ്റ എക്സ്. അത് നീങ്ങിയത്. എത്രയാണ് ബുക്കിന്റെ പൊക്കം, അതിന് റോളുണ്ട് ഇതിനകത്ത്. നല്ല പൊക്കമുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പോകും. നല്ല പൊക്കമുള്ള ബുക്കാണെന്ന് ഓർത്ത് നോക്കി. ബുക്ക് അതാണ് കട്ടിയുള്ള ബുക്ക് എടുക്കാം, കട്ടിയാണ് എല്ല്. അപ്പൊ അതിനൊരു റോളുണ്ട്. നമ്മളങ്ങനെ ഡീപ്പായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളൂ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പോണ സമയത്ത് ഇത് വിശദമായി പഠിക്കുകയാണ്. അതൊരു ബിൽഡിംഗ് പണിയുമ്പോൾ എത്ര ചെറിയ പിസ ടവർ, നിങ്ങളുടെ പിസ ടവർ ഇങ്ങനെ ചെരിഞ്ഞിരിക്കണേ, അടിയിൽ നേരെയാ ചെരിഞ്ഞാണ് ഉണ്ടാക്കിയേക്കണം. നമുക്ക് ഇതിന് ഭയങ്കര റോളുള്ള സാധനമാണ്. എന്ത് കൺസ്ട്രക്ഷനും ഉണ്ട് ഈ സാധനം. സ്ട്രെസ് സ്ട്രെയിൻ ചെക്ക് ചെയ്യും. നമ്മുടെ പാലാരിവട്ടം പാലത്തിൽ വന്ന് ചെക്ക് ചെയ്യുന്ന സാധനം ഇതൊക്കെയാ. ഡാം, ഇടുക്കി ഡാമിൽ ചെക്ക് ചെയ്യണ ഇതൊക്കെയാ. ഇടുക്കി ഡാം, മുല്ലപ്പെരിയാർ ഡാം ചെക്ക് ചെയ്യുന്നത് IIT വിദഗ്ധരും ചെക്ക് ചെയ്യുന്നു പറഞ്ഞല്ലോ. IIT ആൾക്കാർ പ്രൊഫസർമാരും അതിന്റെ ബേസിക്സ് ആണ് ഇതാ.
ഹയർ ഫോർമുലാസിലേക്ക് പോകും. ബേസിക്സ് ആണ് വരുന്നത്. എത്ര ചേഞ്ച് ചെയ്യും, എത്ര ഷേപ്പ് മാറും, എത്ര ഫോഴ്സ് വരെ താങ്ങാം, എത്ര ഷേപ്പ് മാറില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഒറ്റ കാര്യമാണ് ഞാൻ റിഫ്രഷ് ചെയ്യാണ്. നിങ്ങൾ പഠിച്ചൊരു സാധനം ഹൂക്സ് ലോ. അടുത്ത സാധനത്തിലേക്ക് നമ്മൾ ഹൂക്സ് ലോ നിങ്ങൾ പഠിച്ച സാധനം തന്നെയാ. ഒന്ന് ഓർക്കണ്ടെങ്കിൽ ആരെങ്കിലും കൈപോക്കുക, ബ്രില്യന്റ് എന്ന് ഞാൻ പറയും. പഴയ സാധനം ഓർക്കണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് തുറന്ന് നോക്കുക. അദീന, പലരും കൈ നോക്കിയാല് അദീന എന്ന് പറഞ്ഞു കേൾക്കട്ടെ. F is equal to minus kx. Absolutely. F is equal to minus kx സാറേ ഓർമ്മ. അദീനക്ക് ഓർമ്മ അതാണ്. അതില് ഫാത്തിമ ഷിജു ഈ എഫ് ആരാണ് മോളെ, ഈ എക്സ് ആരാണ് ഓർക്കണ? അതെ, റീസ്റ്റോറിംഗ് ഫോഴ്സ്. കണ്ടോ, പഴയ വാക്കുകൾ തന്നെ ഉണ്ടോ? റീസ്റ്റോറിംഗ് ഫോഴ്സ്. എക്സ് എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ വലിഞ്ഞത്, എത്ര വലിഞ്ഞു എത്ര നീണ്ടു എന്നുള്ളത്. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ. മറ്റേ അസ്ന സുജീർ, ഞാൻ ചോദിക്കണേ മോളെ, ഇതിന്റെ ഫസ്റ്റ് ഫോം എന്തായിരുന്നു? ഇത് ഫോമുല, ഇതിന് തൊട്ട് മുമ്പത്തെ ഫോം എന്തായിരുന്നു അസ്ന? ഹൂക്സിലോടെ ഫസ്റ്റ് ഫോം ഇത് ഈക്വൽ ടു എന്നതിന് മുമ്പ് ഓർക്കണ്ട അസ്ന? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മൈനസ് എക്സ്. ഇതാ ശരിക്കും ഹൂക്സ് ലോ. ഇതാ ഹൂക്സ് ലോ ചെയ്താൽ ഇതാ. ഞാൻ മറ്റേ മോള് പറഞ്ഞുകൊണ്ട് ആ ഫോമുലയിലേക്ക് പോയെന്നുള്ളൂ. അതിനെ പറഞ്ഞു, ഇത് ഫോമുല. ഇത് ലോ പറയുന്നത് ഇതാണ്. എന്ത് ലോ? എഫ് ഇസ് ഡയറക്ട്. ഇപ്പൊ ഓംസ് ലോ എന്താ? ഓംസ് ലോ വി ഈസ് ഇക്വൽ ടു ഐ ആർ അല്ല, വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ. ദാറ്റ് ഈസ് കോൾഡ് ഓംസ് ലോ. ഇക്വേഷൻ ഓംസ് ലോ എന്നുള്ള എഫ് വി ഈസ് ഇക്വൽ ടു ഐ ആർ. ഓക്കെ, റൈറ്റ്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ? എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ഡി പി ബൈ ഡി ടി. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോംഡ്? എഫ് ഈസ് ഇക്വൽ ടു എം എ. അപ്പൊ കുട്ടികളുടെ ഓർമ്മ അങ്ങനെയൊന്നുമില്ല, കുട്ടികൾ അങ്ങനെ പഠിക്കണമൊന്നുമില്ല. സെക്കൻഡ് ലോ എഫ് ഈസ് ഇക്വൽ ടു എം എ അല്ല. സെക്കൻഡ് ലോ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഡെൽറ്റ ഡി പി ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കിട്ടുണ്ട് കൂടെ. അപ്പൊ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മൈനസ് എക്സ് ആണ് ഹൂക്സ് ലോ. അതില് ഹൂക്സ് ലോയിൽ ഇത് ഫാത്തിമ പറഞ്ഞ പോലെ ഇത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, നമ്മൾ പഠിച്ച സ്ട്രെസ് സ്ട്രെയിന് ഇപ്പത്തെ പഠിച്ച ചാപ്റ്റർ അനുസരിച്ച് ഈ ഫോമുലേനെ ഒന്ന് മാറ്റി പറയാവോ ആർക്കെങ്കിലും? പറയാം. ഒന്നുകൂടെ ഞാൻ പറയും. ഞാൻ എന്റെ ചോദ്യം ഒന്നുകൂടെ കേട്ടോളാം. ഹൂക്സ് ലോനെ നമ്മൾ പഠിച്ച ടോപ്പിക്കുമായിട്ട് ആർക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ? ഒരു സ്ട്രെസ്, ഒരു സ്ട്രെയിന്, അങ്ങനെ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഹൂക്സ് ലോ എന്ന് പറയാമോ? ഹൂക്സ് ലോ സ്പ്രിംഗിൽ നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് പെട്ടെന്ന് കണക്ട് ചെയ്യാമോ? ആരാ സൗണ്ട് ഓൺ ആക്കിയിട്ടാണ്? ആരുടെ സൗണ്ട് ഓൺ ആണ് കേട്ടോ? ആരും പറഞ്ഞില്ല. തസ്കിനൊക്കെ റെഡി ആണ് കേട്ടോ. നസ്രിൻ ഷാനു ഒന്ന് പറഞ്ഞു നോക്കിയ മോളെ, എങ്ങനെ കണക്ട് ചെയ്യാം? വെറുതെ പറഞ്ഞു നോക്ക്. സജഷൻ. Stress is directly proportional to strain. Absolutely. എന്താ ഈ സ്ട്രെസ്സും സ്ട്രെയിനും മോൾ എടുക്കാൻ കാരണം? Stress restoring force and strain displacement. Absolutely. കറക്റ്റ് ആണ്. കണ്ട, നസ്രിൻ പറഞ്ഞ വാക്ക് വളരെ കറക്റ്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടായ മാറ്റം, നീളം, എത്ര നീണ്ടു, അത് സ്ട്രെയിൻ ആണ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് അതിന്റെ ഉള്ളിലുണ്ടാവുന്ന സ്ട്രെസ് ആണ്. അപ്പൊ യഥാർത്ഥ ഹൂക്സ് ലോ എന്താ പിള്ളേരെ പറയണേ? അവിടെ രസം. ഹൂക്സ് ലോ സ്പ്രിംഗിൽ നിങ്ങൾ അതാ ഉപയോഗിക്കാവൂ. യഥാർത്ഥ ജനറലി സ്പ്രിംഗിൽ മാത്രം അത് ഉപയോഗിക്കാവുള്ളൂ. ശരിക്കും ജനറലി എന്താ ഹൂക്സ് ലോ പറയണേ? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ. ഒറ്റ വാക്ക് ചോദിക്കട്ടെ, ഞാൻ കൃത്യമായിട്ട് എഴുതിക്കോ. ഫിദ ഫാത്തിമ അങ്ങനെ താടിക്ക് കൈ കൊടുക്കല്ലേ. ഈ മൈനസ് എന്തായിരിക്കും കാണിക്കുന്നത്? ഫിദ ഫാത്തിമ, മൈനസ് എന്തായിരിക്കും കാണിക്കുന്നത്? ഓപ്പോസിറ്റ്, ആൻഡ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? സ്ട്രെസ്സും സ്ട്രെയിനും പഠിപ്പിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആൻഡ് ഇറ്റ് ആക്ട്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതാണ് എന്ത്? ഹൂക്സ് ലോ. ഹൂക്സ് അങ്ങനെ ഇനി സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതേണ്ട ആവശ്യമില്ല. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആൻഡ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത്ര മതി. വേറെ എന്തായാലും തിരിച്ചു പറയുന്നു വേണ്ട. നല്ല വാക്ക്, ഒരു വാക്കോടെ ഉപയോഗിക്കണം എന്നല്ലാണ്. ഫോർ സ്മോൾ ഡീഫോർമേഷൻ, അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഫോർ സ്മോൾ ഡീഫോർമേഷൻ, ചെറിയ കേസില് വലിയ കേസിൽ തെറ്റിപ്പോകും. ചെറിയ കേസുകളിൽ സ്മോൾ ഡീഫോർമേഷൻ, ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് എപ്പോഴും ഹൂക്സ് ലോ
കൃത്യമായിട്ട് വരുന്നത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ്. മൈനസ് വേണ്ട, മൈനസ് നിർബന്ധമില്ല, മൈനസ് ഇട്ടോ നിർബന്ധമില്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് കാണിക്കാൻ വേണ്ടി. അപ്പോ അതിനെ മാറ്റിയിട്ട് നമുക്ക് സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഒന്ന് പറഞ്ഞ ഹഫീസ ബക്കർ. വേണ്ട, ഹാഷിം സിദ്ദീഖ്. ഹാഷിം സിദ്ദീഖ് എന്തെന്ന് പറയാം? സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരണം സാറേ. ആ കോൺസ്റ്റന്റ് നമ്മൾ ഹൂക്സ് ലോയിൽ ഏതാ നമ്മൾ കൊണ്ടത്? കോൺസ്റ്റന്റ് പേര് പറഞ്ഞ നീ ലെറ്റർ ഏതാ നമ്മൾ ഉപയോഗിച്ചേ? കെ. ഇവിടെയും കെ ആണ്. കെ ഇൻറ്റു സ്ട്രെയിൻ. കേട്ടോ? ഇനി കേട്ടോട്ടോ അംജിത് കരീമേ, അംജിത് കരീമേ, ഈ കെയുടെ പേരെന്താണ് ഹൂക്സ് ലോയില്? ഓർക്കല്ല? ജമീലത്തെ ഓർക്കണ്ട? ബ്രില്യന്റ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിരുന്നു അവിടെ പേര്. ഇത് ജനറൽ സാധനം. ഇവിടെ ഒരു പേരിട്ട് വിളിക്കും, ആ പേരോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ആ പേരെന്താ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ CBSE പിള്ളേര് കൈപൊക്കിക്കേ. CBSE പിള്ളേര് കൈപൊക്കിട്ട് പറഞ്ഞേ. കൈപൊക്കിട്ട് പറഞ്ഞേ. CBSE പിള്ളേര് കൈപൊക്കിട്ട് പറഞ്ഞേ. മരിയ, ടെൽ മീ. കൃത്യമായിട്ട് ഓർക്കണം. മോഡലസ് അതാണ്. അങ്ങനെ പറയാൻ പറ്റിയാൽ മതി സാർ. കൃത്യമായിട്ട് പറയണ്ട, കാരണം ആ ടോപ്പിക്കിൽ ഒന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും റിലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാണ് പഠനത്തിൽ. മോഡുലസ് ഓഫ് തീർക്കണം നമ്മൾ. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ് കറക്റ്റ് പേര്. അതിന്റെ സ്പെഷ്യൽ ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ശരിക്കും പേര് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ഈ ചാപ്റ്റർ നമ്മൾ ഇൻഷാല്ലാ ദൈവം സഹായിച്ചാൽ വിശദമായി നമ്മൾ അതിനെ പഠിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളുമായിട്ട് നാളെ വന്നം. നാളെ ഈ സ്ട്രെസ്സും സ്ട്രെയിന്റെയും കർവാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ. Thank you, sir. Thank you, sir. Thank you, sir. Sir, ഇവിടെ സ്ട്രെസ് ഇൻറ്റു കെ, സ്ട്രെസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ, നെഗറ്റീവ് സ്ട്രെയിൻ അല്ലേ? കുഴപ്പമില്ല മോളെ, നെഗറ്റീവ് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ ലോ പറയുമ്പോ നിർബന്ധം നമുക്ക് പറയില്ല. നെഗറ്റീവ് ഇട്ടോ, നോ പ്രോബ്ലം. നെഗറ്റീവ് ഇട്ടോ. താങ്ക് യു സർ. ഓക്കെ, പറഞ്ഞോ. ഡോക്ടറുടെ പിള്ളേര് പറഞ്ഞോ. മുസ്തഫ പറ. ആ കോൺസ്റ്റന്റിന്റെ പേര് എലാസ്റ്റിസിറ്റി. സ്പ്രിംഗ് കോൺസ്റ്റന്റ്. സ്പ്രിംഗിൽ മാത്രം ആ കേനെ ഒറ്റ പേര് സ്പെഷ്യലൈസ് ചെയ്ത് വിളിക്കുന്നതാണ്. നെഗറ്റീവ് വേണ്ട. നെഗറ്റീവ് വേണ്ട. വേണ്ടത് മുസ്തഫ. നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് പോലെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയാ. അവൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നെഗറ്റീവ് ഇടുന്നത്. അപ്പൊ കേടെ പേരെന്താ വെച്ചാൽ നെഗറ്റീവ് വേണ്ട. മനസ്സിലായോ? ഓക്കെ, കാൽവിൻ പറ. സാറേ, ഈ ഹൂക്സ് ലോ എന്ന് പറയുന്ന സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതെ, അതുള്ളൂ. ആൻഡ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പറഞ്ഞില്ലെങ്കിൽ മാർക്ക് പോകുന്നില്ല. ക്ലിയർ? പറയടി സിന്ന, പറയടി. പിന്നെ പറ. നീ എന്ത് ചോദിക്കാൻ വന്നല്ല? എന്തോ ചോദിക്കാൻ വന്നു. സംതിങ് റോങ്. സംതിങ് റോങ് പറ. പഠിപ്പിച്ചോണ്ട് എന്തായി? അങ്ങനെ മറക്കണം. പറ. എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് കളിച്ചു കഴിഞ്ഞാ ഇപ്പൊ രാവിലെ അടിച്ചിട്ടാ ആരൊക്കെ? പിള്ളേർ ഈ പിള്ളേരൊക്കെ എത്ര മിടുക്കളായ ഞാൻ കണ്ടപ്പോ. എത്ര മിടുക്കളായ ഞാൻ കണ്ടപ്പോ അത്ര പെട്ടെന്ന്. അല്ലാഹുവേ, ഒരു മിനിറ്റ് മോനെ വരാം.
അവിടെ ഉണ്ടാവില്ല. എന്താടി ഇപ്പോഴും പക്ഷെ എന്തോ എന്താ കുറച്ചുണ്ട് കുറച്ചുണ്ടായി. ഇത് മഷിയായി കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല പെട്ടെന്ന്. ഇല്ലേ നേരത്തെ രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വന്നായിരുന്നു. ആദ്യം ചോദിക്കാൻ വന്ന ഈ കാര്യം എന്ത് ഈ സാധനം എടുക്കാൻ. രണ്ടാമത് ചോദിക്കാൻ വന്ന ആദ്യം ചോദിച്ചത് എന്താ ഇങ്ങനെ പെണ്ണാച്ചി? അറിയില്ലേ? ഒന്ന് പരാടി പെണ്ണാച്ചി. മതി കുത്തി പാടി മതി കുത്തി പാടി മതി കുത്തി പാടി. അമ്മായി പോയി എപ്പോഴും അമ്മായി തന്നെ. അമ്മായി വരും പോവും, എല്ലാരും വരും പോവും. അപ്പൊ കുഞ്ഞേ അപ്പൊ കുഞ്ഞേ എന്താണ് ഇത് ഇങ്ങനെ വിടുന്നത്? ഇങ്ങനെ തന്നെയാണ് പിള്ളേര് കളി. എന്താ കളി ഇങ്ങനെ ആയ?